أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاسألوا أهل الذكر إن كنتم لا تعلمون. صدق الله مولانا العظيم. وقال نبينا محمد صلى الله عليه وسلم إن الله لا يجمع أمتي على ضلالة. كل العلوم سوى القرآن مشغلة إلا الحديث وإلا الفقه في الدين. العلم ما كان فيه قال حدثنا وما سوى ذاك وسواس الشياطين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമസ്തകൾ ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടല് അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ദർബാറിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാനുള്ള നിമിത്തമായി റബ്ബ് തആല ഈ പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും അള്ളാഹു ഖൈറും ബറക്കത്തും രണ്ട് വീട്ടിലും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ് റൂമിന്റെ ഉത്തരവാദപ്പെട്ട അഡ്മിന്മാരും പ്രവർത്തകന്മാരൊക്കെ ഈ സന്ദർഭത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മദ്ഹബുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വഹാബികൾ എന്ന വളരെ പ്രസക്തമായ ഒരു ആശയത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് ഇരിങ്ങല്ലൂര് ഈ വിഷയവുമായി സംസാരിച്ചപ്പോൾ അതൊരു ചെറിയ വിഷയമായിരിക്കും, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരല്പസമയം പറഞ്ഞാൽ നമുക്കതിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും എന്നുള്ള ഒരു പ്രഥമ ദൃഷ്ടിയായുള്ളൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിങ്കളാഴ്ച ഇന്ന് തന്നെ ആ ഒരു ക്ലാസ് നിർവഹിക്കാമെന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷേ ആ വിഷയത്തെ സംബന്ധിച്ച് പെട്ടെന്നൊരു ക്ലാസ് എടുക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പോ അതിന് വേണ്ടുന്ന ഒരു ചിന്തയോ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ക്ലാസ് എടുക്കുവാൻ ഉള്ള ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആവശ്യമായ പ്രിപ്പറേഷൻസുകളൊന്നും തന്നെ ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല. പിന്നീട് അതിനെ സംബന്ധിച്ച് മദ്ഹബുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ അത് ഒരൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളത് അത്ര പ്രസക്തമല്ല എന്ന് തോന്നുകയുണ്ടായി. മറിച്ച് അതൊരു തുടർ ക്ലാസുകളായിട്ട്, ഒരു വാരാന്ത തുടർ ക്ലാസുകളായിട്ട് ആ വിഷയം തന്നെ ഒരു 5-6 ക്ലാസുകളിലായിട്ട് അവതരിപ്പിക്കുകയും അങ്ങനെ അതിനൊരു സമ്പൂർണത വരുത്തുകയും ചെയ്യുക. സമ്പൂർണത എന്ന് പറയുമ്പോൾ ആപേക്ഷികമായ സമ്പൂർണതയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ ആലിമീങ്ങളും അതുപോലുള്ള ആളുകളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്പൂർണതയല്ല നമ്മളെപ്പോലത്തെ സാധുക്കളായ ആൾക്കാർ പറയുന്ന സമ്പൂർണത എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ആപേക്ഷികമായ സമ്പൂർണത, ഈ പറയുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന, അതുപോലെ കേൾക്കുന്ന നിങ്ങളെ കൊണ്ടും സാധിക്കുന്ന വിധത്തിലുള്ള സമ്പൂർണത, അത്രമാത്രമേ ഇവിടെ സമ്പൂർണത കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം എന്നല്ലേ, ഓരോ അറിവുடைய ആളുകളുടെയും മുകളിൽ അതിനേക്കാൾ വിസ്തരിച്ചും സമ്പൂർണമാക്കിയും വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാർ ഉണ്ടാകും എന്നുള്ളത് അംഗീകൃതമായൊരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള ഒരു സമ്പൂർണത കൈവരുത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5-6 ക്ലാസ്സെങ്കിലും ഇവിഷയമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് തിങ്കളാഴ്ചയാണ്,
നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാര്, അതിന്റെ നേതാക്കന്മാര് സമ്മതിക്കുകയാണെങ്കിൽ, അംഗീകരിക്കുകയാണെങ്കിൽ ഓരോ തിങ്കളാഴ്ചയും ഇതുപോലുള്ള രാത്രി 10:30-11 മണി സമയത്ത് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മാക്സിമം വരുന്ന രൂപത്തിൽ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. അങ്ങനെ തന്നെ ആവാം. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഉസ്താദുമാരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമാക്കാം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മദ്ഹബുകളെ സംബന്ധിച്ച് വളരെയധികം തെറ്റും മോശവുമായ രൂപത്തിലുള്ള കുപ്രചരണങ്ങളാണ് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹം നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദത്തിനപ്പുറം അത്രയും നീണ്ടു നിൽക്കുന്ന കാലയളവിൽ മഹാന്മാരായ മുജ്തഹിദീങ്ങളായ ഇമാമുമാരെ അനുകരിച്ചുകൊണ്ടാണ്, അവരെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ കർമ്മപരമായ കാര്യങ്ങളെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു ചരിത്രപരമായ അവിതർക്കിതമായ ഒരു സത്യമാണ്. അവിതർക്കിതമായ ചരിത്രപരമായ ഈ സത്യം അത് മുസ്ലിമീങ്ങളുടെ അംഗീകാരത്തിനും അവരുടെ പ്രവർത്തനത്തിനും വിധേയമായി കൊണ്ടുവന്ന ഈ സത്യം, ഇതിനെ നിലനിർത്തിയാൽ ഇവിടെ പല ആളുകൾക്കും പരിശുദ്ധ ദീനിനെ കൈക്രിയ നടത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ആളുകൾ, അവരുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് വഹാബികൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള വഹാബികൾ. കേരളത്തിന് പുറമെ ഗൾഫ് നാടുകളിലേക്കുള്ള വഹാബികൾ ഈ വിഷയത്തിൽ പലപ്പോഴും കേരള വഹാബികൾക്ക് ഭിന്നമായി മദ്ഹബുകൾ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതിനെ ആ ഒരു സംഗതിയെ അവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് മദ്ഹബുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഹറാമെന്ന് മാത്രമല്ല, അത് ശിർക്കാണ്. ഒരാളിപ്പോ ഷാഫി മദ്ഹബുകാരനായാൽ അവൻ മുശ്രിക്കായി, ഹംബലി മദ്ഹബുകാരനായാൽ മുശ്രിക്കായി, മാലിക്കി മദ്ഹബുകാരനായാൽ മുശ്രിക്കായി, അതുപോലെ ഹനഫി മദ്ഹബുകാരനായാലൊക്കെ മുശ്രിക്കായി. കാരണം അള്ളാഹുവിന്റെ അധികാരം ഈ ഇമാമുമാർക്ക് വകവെച്ചു കൊടുക്കലാണ് എന്ന ഒരു കുപ്രചാരണം നടത്തിയിട്ട് ശിർക്ക് ആരോപണത്തിന്റെ പട്ടികയിൽ മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള വഹാബികൾ. എല്ലാ വിഷയത്തിലും അവർ ആരോപിക്കുന്നത് ശിർക്കാണ്. പഴയകാലത്ത് സഹാബത്തിന്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഖവാരിജുകൾ ഇസ്ലാമിക സമൂഹത്തെ കാഫറുകളാക്കിയ അതേ ശൈലി, സഹാബത്തിനെ കുഫർ മുദ്ര ചാർത്തിയ അതേ പ്രയോഗം, അതേ ശൈലി, അതിനെ ചാണോട് ചാണായിട്ടും മുഖത്തോട് മുഖമായിട്ടും മാറോട് മാറായിട്ടും പിൻപറ്റിക്കൊണ്ട് സമകാലിക ഇസ്ലാമിക സമൂഹത്തെ മുശ്രിക്കും കാഫറുമാക്കിയിട്ട് ഇസ്ലാമിക സമൂഹത്തിന് ഛിദ്രതയും ഭിന്നതയും ഭിന്നിപ്പും വളർത്തിയെടുത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം, അതാണ് വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് വെറുതെ പറയല്ല, വെറുതെ വഹാബികളെ സംബന്ധിച്ചൊരു ആരോപണം അനാവശ്യം പറയല്ല. എന്റെ കയ്യിൽ ഇപ്പോ തഖ്ലീദ് ഒരു പഠനം എന്ന് പറയുന്ന KP മുഹമ്മദ് മൗലവിയുടെയും AP അബ്ദുൽ ഖാദർ മൗലവിയുടെയും ഒരു പുസ്തകമുണ്ട്, തടിച്ചൊരു പുസ്തകം. ഈ പുസ്തകം ഏതാണ്ട് 200 പേജ് വരുന്നുണ്ട് ഈ പുസ്തകം. അതുപോലെ തന്നെ മറ്റൊരു വഹാബി പ്രസിദ്ധീകരണമായ മദ്ഹബുകളുണ്ടാക്കിയ വിപത്തുകൾ, ഇതും ഇങ്ങനെ 2 പുസ്തകങ്ങൾ എന്റെ മുന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് വെറും ക്ലാസുകളിൽ ഈ 2 പുസ്തകത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇതിലുള്ള പൊള്ളത്തരങ്ങളും ഇതിലുള്ള ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളും തുറന്നു കാണിക്കുകയും സത്യം എന്തെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സുതാര്യമായൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾ അത് ഈ വിഷയമായിട്ട് വരുമ്പോൾ അത് നിങ്ങൾക്ക് നിവാരണം വരുത്താനുള്ളൊരു സാഹചര്യം കൂടി ഈ ക്ലാസ്സിന് പിറകെ ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ്. ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം
കാരണം ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ഒരു യാത്ര പോകുന്ന ഒരാളെ യാത്ര അയക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോ ഈ രണ്ട് പുസ്തകം എന്ന് പറഞ്ഞാൽ തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകം എഴുതിയത് KP മുഹമ്മദ് മൗലവിയാണ്, AP അബ്ദുൽ ഖാദർ മൗലവിയും രണ്ടുപേരും കൂടി സംയുക്തമായിട്ടാണ്. അപ്പൊ ഈ പുസ്തകം ഇത് എഴുതിയ രണ്ടാളുകൾ, KP മുഹമ്മദ് മൗലവി എന്ന് പറയുന്നത് ഏകദേശം 2002 മുജാഹിദ് വിഭാഗത്തിന്റെ പിളർപ്പിന് മുമ്പ് തന്നെ മരിച്ചുപോയ ആളാണ്. AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് ഇപ്പൊ ഈ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണ്. അപ്പൊ ചുരുക്കത്തിൽ 2000 മുമ്പ് എഴുതിയ പുസ്തകമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് എഡിഷൻ 1971 നടക്കുന്നത്. അപ്പൊ 1971 ഈ പുസ്തകം ഇറക്കുന്നത്. അപ്പൊ പഴയ പുസ്തകം തന്നെയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ പുസ്തകം മദ്ഹബുകളുണ്ടാക്കിയ വിദഗ്ധകൾ എന്ന പുസ്തകം, ഇത് അഹ്ലുസുന്ന ബുക്സ് എന്ന പേരിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം അതിന്റെ ഫസ്റ്റ് എഡിഷൻ ജനുവരി 2011. ജനുവരി 2011. അപ്പൊ ഇത് കൂടുതൽ പഴക്കമില്ല. അപ്പൊ ഒരു പുസ്തകം ഒരു 14 വർഷം മുമ്പുള്ള പുസ്തകമാണ്, മറ്റേ പുസ്തകം ഒരു 4-5 വർഷം മുമ്പുള്ള പുസ്തകമാണ്. അപ്പൊ ഈ രണ്ട് പുസ്തകത്തിലുള്ള ഇവരുടെ ആരോപണങ്ങളും കാര്യങ്ങളും, അപ്പൊ അതിലുള്ള ചില വാക്കുകൾ ഞാൻ ഒരു സാമ്പിളിന് വേണ്ടി ഞാൻ ഇവിടെ വായിക്കാം. ഇവർ നടത്തുന്ന തട്ടിപ്പുകളും ഇവർ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലുകളും മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യൽ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഈ പുസ്തകത്തിൽ, അഥവാ ഈ തഖ്ലീദ് ഒരു പഠനം എന്ന ഈ പുസ്തകത്തിൽ മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന എന്താണ്? മുസ്ലിം സമൂഹത്തെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുക എന്ന സമ്പ്രദായം വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. ഇതിലേതാണ് മുസ്ലിം സമൂഹത്തെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുക എന്ന സമ്പ്രദായം വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. അപ്പൊ ഇവർ പറയുന്നതിന്റെ ആകെ തുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനും മദ്ഹബുകളും തമ്മിൽ ബന്ധമല്ല. വിശുദ്ധ ഖുർആനും മദ്ഹബുകളും തമ്മിൽ ബന്ധമൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ വേറെ, മദ്ഹബുകൾ വേറെ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആശയം പൊതുജനത്തിന്റെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു മുഖദ്ദിമ, ഒരു മുഖവുര ഈ വിഷയത്തിൽ പറയുന്നത്. എന്നിട്ട് അവര് ഇങ്ങനെ എഴുതി പറയാണ്, എന്താണ്? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവ മാത്രമാണല്ലോ പ്രമാണങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് ഈ പണ്ഡിതന്മാരോ സമൂഹമോ മഅ്സൂമുകൾ ആണെങ്കിൽ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാമായിരുന്നു. കാരണം അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നതെല്ലാം സത്യത്തിന് അനുഗുണമായേ വരൂ എന്ന് വെക്കാമല്ലോ. പക്ഷെ അഹ്ലുസുന്നത്തിന്റെ അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മഅ്സൂമുകളായി ആരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ സത്യമേ ആകൂ എന്ന നിലയ്ക്ക് അവരുടെ അഭിപ്രായങ്ങൾ തെളിവ് കൂടാതെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് തീർച്ച. ചുരുക്കത്തിൽ മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യൽ ഇസ്ലാം നിരോധിച്ച തഖ്ലീദിന്റെ ഭാഗം തന്നെ. മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് ഷാഫി മദ്ഹബാവട്ടെ, ഹംബലി മദ്ഹബാവട്ടെ, മാലിക്കി മദ്ഹബാവട്ടെ, ഹനഫി മദ്ഹബാവട്ടെ, ഇതിനൊക്കെ തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം വിരോധിച്ചു. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ എന്താ നിന്റെ തെളിവ്? അപ്പോ പറയാണ്, അള്ളാഹു ഉണ്ടോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ആൾക്കാരൊക്കെ അള്ള ഉണ്ട് എന്ന് പറയുന്നു, അതുകൊണ്ട് ഞാനും അള്ള ഉണ്ട് എന്ന് പറയുന്നു. ആ വിശ്വാസം അത് തെറ്റാണ്. അങ്ങനെ വിശ്വാസകാര്യങ്ങളിൽ അഖീദയുടെ കാര്യത്തിൽ കേവലം തഖ്ലീദിന്റെ അടിസ്ഥാനത്തിൽ വേറെ ഒരു ഹുജ്ജത്തും സമർപ്പിക്കാനില്ലാതെ ബുദ്ധിപരമായ ഒരു നിലപാടും എടുക്കാൻ സാധിക്കാതെ ആൾക്കാർ പറയുന്നത് കേട്ട് ഞാനും പറയുന്നു, അല്ലേ? ഏതുപോലെ എന്ന് വെച്ചാല് ചെറിയ വകതിരിവില്ലാത്ത കുട്ടികളൊക്കെ അള്ളാ പടച്ചോനെ എന്നൊക്കെ പറയും. ഇപ്പൊ 1 വയസ്സ് 1.5 വയസ്സ് 2 വയസ്സായ കുട്ടികളൊക്കെ അള്ളാ എന്നൊക്കെ പറയും. അവരെങ്ങനെ അള്ളാ എന്ന് പറയുന്നത്? മൂത്തോല് അള്ളാഹു എന്ന് പറയുന്നത് കേട്ടുകാണ്ട് പറയാനല്ലാതെ എന്താണ് ഈ സാധനം, ഇതെന്താണ് സംഭവം, ഇതൊന്നും അവർക്ക് അറിയില്ല, അവർക്കത് വിശദീകരിക്കാനും കഴിയില്ല. ഈ കോലത്തിലുള്ള ഒരു വിശ്വാസം ഒരു നിലക്കും ഒരു തെളിവും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ ഒരു തെളിവും അയാൾക്ക് ഇല്ലാത്ത വിധത്തിലുള്ള ആ നിലക്കുള്ള ഒരു വിശ്വാസം, അത് തഖ്ലീദ്, ഇഅ്തിഖാദിയായ ആ തഖ്ലീദ് അഥവാ വിശ്വാസ രംഗത്തുള്ള തഖ്ലീദ്. നമ്മുടെ ഖൽബിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിശ്വാസങ്ങൾ എന്ന് പറയാം. ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഫിഖ്ഹ് എന്ന് പറയും,
കൽബിൽ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അഖീദകളെന്നും പറയും. അപ്പൊ കൽബിൽ ഉറപ്പിച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി അഥവാ അഖീദകളെപ്പറ്റി ചോദിച്ചാല് അതിനെപ്പറ്റി ഒരു എത്തും പൊടുത്തുമില്ലാതെ ഒരു കഥയുമില്ലാതെ അന്ധമായിട്ട് അല്ലേ ആൾക്കാരോ പറയുന്നത് കേട്ടു അപ്പൊ ഞാനും അങ്ങനെ പറയുന്നു എന്ന വിധത്തിലുള്ള ഒരു പ്രതികരണം ഉളവാകുന്ന രൂപത്തിലുള്ള തഖ്ലീദ് ആ വിഷയത്തിൽ പാടില്ല. അത് ശരിയാണ്. പക്ഷേ കർമ്മപരമായ അനുഷ്ഠാനപരമായ അമലിയായ കാര്യത്തിൽ തഖ്ലീദ് എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്, നിർബന്ധമാണ്. ആ നിർബന്ധമായ വാജിബായ ഒരു സംഗതിയെ സംബന്ധിച്ചാണ് ഇവര് ഹറാം എന്ന് പറയുന്നത്. അതിന്റെ വിധി എന്താണ്? നിർബന്ധത്തെപ്പറ്റി ഹറാമെന്ന് വിധി കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? അതിനല്ലേ ശുദ്ധമായ പുത്തൻവാദം എന്ന് പറയുക. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വഹാബികൾ പുത്തൻവാദികളാണെന്ന് നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയതിന്റെ പല കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം ഏതാണ്? മഹാന്മാരെ സാധാരണക്കാരായ ആളുകൾ മുജ്തഹിദുകളായ ഇമാമുമാരെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന ഇസ്ലാമിക വിധിക്ക് വിരുദ്ധമായിട്ട് ഇവരെന്ത് ചെയ്തു? അത് ഹറാമാണെന്നുള്ള. അപ്പൊ ഒരു വാജിബിനെ പിടിച്ച് ഹറാമാക്കിയാൽ അതിന്റെ വിധി എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനിൽ പെടാത്ത ഒരു ആശയം ദീനിൽപ്പെട്ടതായിട്ട് ദീനിലുള്ളതായിട്ട് ആരെങ്കിലും പുതുതായി വാദിച്ചാൽ, പുത്തൻ വാദം ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെട്ടതാണ്. ആ തള്ളപ്പെട്ടതിനെ പറ്റിയാണ് സാക്ഷാൽ അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയുക. വകുല്ലു ബിദ്അത്തിൻ ളലാല, ആ ബിദ്അത്ത് പിഴച്ചതാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അതാണെങ്കിലോ നരകത്തിലെത്തുന്ന വാദമാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? പറയുന്ന സൗണ്ട് കേൾക്കാതിരിക്കുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പോ ഇവിടെ വാജിബായ ഒരു സംഗതിയെ സംബന്ധിച്ച്, വാജിബായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉലമാക്കൾ വാജിബെന്ന് വിധി പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിസ്സങ്കോചം ഹറാമെന്ന് കൃത്യമായി ഇവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തീർന്നില്ല. ഇതേ പുസ്തകത്തിന്റെ തന്നെ മറ്റൊരു പേജിൽ പറയാണ്, ഇതിന്റെ 38ാമത്തെ പേജിൽ പറയുന്ന ഒരു പരാമർശം ഞാൻ വായിക്കാം. എന്താണ് ഇത്? പലപ്പോഴും മനുഷ്യനെ ശിർക്കിൽ കൊണ്ടെത്തിക്കുക വരെ ചെയ്യും എന്നാ പറയുന്നത്. ഇസ്ലാം വാജിബാണെന്ന് പറഞ്ഞ തഖ്ലീദ് മനുഷ്യനെ ശിർക്കിൽ കൊണ്ടെത്തിക്കും എന്നാണ് ഇവർ പറയുന്നത്. ശിർക്കിൽ കൊണ്ടെത്തിക്കും. അതൊരു സ്ഥലത്ത് മാത്രമല്ല പറയുന്നത്, വേറൊരു സ്ഥലത്ത് ഇതിന്റെ 62, 63 പേജുകളിലും ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ 62, 63 പേജുകളിൽ പറയുന്ന ഒരു സംഗതി എന്താണ്? മതപരമായ വിഷയത്തിൽ തഖ്ലീദ് ചെയ്യുന്നതിന് പ്രേരകമായി വർത്തിക്കുന്നത് ശിർക്ക് മനോഭാവമാണത്രേ. മതപരമായ വിഷയത്തിൽ വ്യക്തികളെ തഖ്ലീദ് ചെയ്യുന്നതിന് പ്രേരകമായി വർത്തിക്കുന്നത് ശിർക്ക് മനോഭാവമാണെന്നത്രേ മേൽവചനം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിലുള്ള ഒരു സൂക്തത്തെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. അപ്പോ ഈ രൂപത്തിൽ തഖ്ലീദ് വാജിബാണെന്ന് ഉലമാക്കള് ഒത്തുസമ്മതിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹറാമെന്ന് മാത്രമല്ല അത് ശിർക്കാണെന്ന് വരെ വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവരം കെട്ട അല്ലെങ്കിൽ വിവരമില്ല എന്ന വിവരം പോലുമില്ലാത്ത ഈ ആളുകൾ. ഞാൻ അങ്ങനെ തന്നെ പറയാം, അങ്ങനത്തെ ആളുകൾ. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ഗൗരവതരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ എന്റെ കയ്യിലുള്ള ഈ മദ്ഹബുകൾ ഉണ്ടാക്കിയ വിപത്തുകൾ എന്ന ഈ പുസ്തകത്തിൽ തന്നെ ധാരാളം വിപത്തുകൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലേ? ഇതിലൊരുപാട് കാര്യങ്ങൾ, മദ്ഹബിലുള്ള വിപത്തുകൾ. മുസ്ലിം സമുദായത്തിൽ 4 മദ്ഹബുകളെ പിൻപറ്റുന്നവർ 4 വ്യത്യസ്ത മതങ്ങളെ പോലെ ഭിന്നിക്കുന്നു. അഥവാ ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇങ്ങനെ 4 മദ്ഹബുകാരായിട്ട്. നമ്മളെ ദുബായിലൊക്കെ ചെന്നാൽ പല മദ്ഹബുകാരും കാണും, മക്കത്ത് ചെന്നാൽ പല മദ്ഹബുകാരും കാണും. അവരൊക്കെ ഇപ്പൊ 4 മതങ്ങളെ പോലെ ഭിന്നിച്ചിരിക്കുകയാണെന്ന് അപ്പൊ അവർ പറയുന്നത്. അപ്പൊ അതിനെന്താ തെളിവ്? 4 മദ്ഹബിനെ പിൻപറ്റി ജീവിക്കുന്ന മുസ്ലിം സമുദായം 4 മതങ്ങളെ പോലെ.
ഒരു മതം ക്രൈസ്തവ മതമായിക്കോട്ടെ, മറ്റേത് ഹൈന്ദവ മതം, ഇസ്ലാം മതം, ബുദ്ധമതം, ഇങ്ങനെ 4 മതങ്ങളെ പോലെ ഛിന്ന ഭിന്നമാവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവര് ആരോപിക്കുന്നത്. അതിന് തെളിവായിട്ട് ഏതെങ്കിലും ഇമാമിങ്ങളെ കൗലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആധികാരികമായ ഉദ്ധരണിയോ അല്ല ഇവർ പറയുന്നത്. പിന്നെ അവരെന്താ ഉദ്ധരിക്കുന്നത്? ഡോക്ടർ ബിലാൽ ഫിലിപ്സ് തുടർന്നു എന്നാ പറഞ്ഞു. ഡോക്ടർ ബിലാൽ ഫിലിപ്സ് ആണ് ഇവരുടെ തെളിവ്. 4 മദ്ഹബിനെ പിൻപറ്റുന്നവർ 4 മതങ്ങളായിട്ട് ഛിന്ന ഭിന്നമാവുകയാണ് ചെയ്യുന്നത് എന്നതിന്റെ തെളിവ് ഡോക്ടർ ബിലാൽ ഫിലിപ്സ് ആണ്. അയാൾ പറയാത്ര ഇതിന്റെയൊക്കെ ഫലമായി ഈ 4 മദ്ഹബുകളുടെ നിയമങ്ങൾക്കപ്പുറം പോകാൻ ശ്രമിക്കുന്നത് മതനിന്ദയും മദ്ഹബുകൾ അംഗീകരിക്കാതിരിക്കുന്നത് മതനിഷേധവുമായും കണക്കാക്കപ്പെട്ടു. ഇങ്ങനെ മദ്ഹബുകളെ പിൻപറ്റുന്നത് 4 മതങ്ങളായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. 4 മതങ്ങളാണ് അതിന്റെ യഥാർത്ഥത്തിൽ. ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഹനഫി മതം, ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫിഈ മതം, ഹംബലി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഹംബലി മതം, മാലിക്കി മദ്ഹബ് എന്ന് പറഞ്ഞാൽ മാലിക്കി മതം. നഊദു ബില്ലാഹ്. ഇങ്ങനെയാണോ യഥാർത്ഥം? അങ്ങനെയാണോ ഈ എഴുതിയതാണോ യഥാർത്ഥം? നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് എങ്ങനെ പറയാം അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ കേരളത്തിലുള്ള ഉലമാക്കൾ ആദ്യകാലത്ത് പഠിച്ചിരുന്നത് എവിടുന്നാണ്? അവർ ബിരുദമെടുക്കാൻ വേണ്ടി പോയിരുന്നത് എവിടുന്നാണ്? അവർ ബിരുദമെടുക്കാൻ പോകുന്നത് ബാഖിയാത്ത് സ്വാലിഹാത്ത് വെല്ലൂർ കോളേജിൽ നിന്നായിരുന്നു. വെല്ലൂർ കോളേജിലുള്ള ഉസ്താദുമാരിൽ ബഹുഭൂരിപക്ഷം ഹനഫി മദ്ഹബുകാരായിരുന്നു. ആ ഹനഫി മദ്ഹബുകാരാണ് ഷാഫിഈ മദ്ഹബുകാരായ കേരളത്തിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നത്. അവർ ഹനഫി മദ്ഹബിന്റെ കിതാബ് ഓതി കൊടുക്കുന്നു, ഷാഫിഈ മദ്ഹബിന്റെ കിതാബ് ഓതി കൊടുക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇത് 4 മതങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിപരീത ദിശയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 4 മതങ്ങളാണ് എന്നാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ഒരേ മദ്ഹബുകാരൻ മറ്റൊരു മദ്ഹബുകാരന്റെ അടുക്കൽ നിന്ന് പോയി കിതാബ് ഓതുന്നു അല്ലേ? മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി എന്താ പറഞ്ഞത്? അശ്ശാഫിഈയ ഫസിർതൽ ഹംബലിയ ല്ലേ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാന അശ്ശാഫിഈയ ഫസിർതൽ ഹംബലിയ ബിലാ ഹജ്രിൻ ലിതഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യം ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു, പിന്നീട് ഹംബലി മദ്ഹബ് സ്വീകരിച്ചു. ബിലാ ഹജ്രിൻ, അതിന്റെ അർത്ഥം ഷാഫിഈ മദ്ഹബ് തെറ്റാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, രണ്ടും ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താലും സ്വർഗ്ഗത്ത് പോകാൻ പറ്റും, ഹംബലി മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താലും സ്വർഗ്ഗത്ത് പോകാൻ പറ്റും. അപ്പൊ 2 മദ്ഹബ് അനുസരിച്ചും ആദ്യം ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു, പിന്നീട് അദ്ദേഹം ഹംബലി മദ്ഹബുകാരനായി, ഹംബലി മദ്ഹബിന്റെ പ്രചാരകനായി, ഹംബലി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുന്ന ഗ്രന്ഥം വരെ രചിച്ചു. ആര്? മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അൻഹു. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് തന്നെ 2 മദ്ഹബും സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ വിശാലതയുള്ള ഇസ്ലാമിന്റെ ഈ വിശാല നിയമത്തെ അത് വ്യത്യസ്ത മതങ്ങളായിട്ട് അല്ലെ, വ്യത്യസ്ത മതങ്ങളായിട്ട് ഈ ആരോപണം ഉന്നയിച്ചവരുടെ തലയിൽ എന്താണുള്ളത്? തലച്ചോറാണോ അതോ വെറുംചോറാണോ? തലച്ചോറാണെങ്കിൽ അവരിത് പറയൂല, അവരുടെ തലയിൽ കളിമണ്ണായിരിക്കാം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവർ പറഞ്ഞു ഖുർആനിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അകറ്റുകയാണ് മദ്ഹബുകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ അതിന്റെ 1 മുതൽ 4 വരേക്കുമുള്ള ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞത് എന്താ? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു, അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അവൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അല്ലാഹു പടച്ചു. അല്ലമഹുൽ ബയാൻ, ബയാനിനെ അല്ലാഹു തആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഖുർആനെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു, വിവരണത്തെയും പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ആ പറഞ്ഞത്? ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഖുർആൻ അത് ഇറക്കി
ഓരോ മനുഷ്യന്റെയും കൽബിലാണ് ഇറക്കി കൊടുത്തിട്ട് ഇതാ ഖുർആൻ പിടിച്ചോ എന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്തും അൽ ബഖറ സൂറത്തും ആലി ഇമ്രാനും അതുപോലെ ഖുൽ റബ്ബിൻ നാസ് വരേക്കുള്ള മുഴുവൻ സൂറത്തുകളും മുഴുവൻ ആയത്തുകളും അങ്ങനത്തെ ഇറക്കി കൊടുത്തില്ല. മുക്കല്ലഫായ ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ ആളുകളെയും മുന്നിലിട്ടെടുത്തിട്ടാണോ എന്നാ ഖുർആൻ പിടിച്ചോ, എന്റെ കലാമാണിത്, എന്റെ ഭാഷണമാണിത്, എന്റെ അഭിസംബോധനമാണിത്, ഇത് നീ കേൾക്കുക, ശ്രവിക്കുക, മനസ്സിലാക്കുക, നീ സ്വന്തമായിട്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകൾക്ക് ഇട്ടുകൊടുത്തിട്ടാണോ? അല്ല. ബയാനോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ബയാൻ. ഖുർആനിന് വിശദീകരണം വേണം. വിശദീകരണമില്ലാതെ ഒരു വിവരണവും ശ്രദ്ധിക്കാതെ ഖുർആനിനെ നേർക്കുനേരെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. ബയാൻ സഹിതമാണ് ഖുർആനിന്റെ തഅലീമുള്ളത്. ഖുർആനിന്റെ തഅലീമുള്ളത് ബയാൻ, അതിന്റെ വിശദീകരണം വേണം. ഏതുപോലെ ഇപ്പൊ നമ്മൾ മദ്രസകളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കും വിദ്യാഭ്യാസ ബോർഡ്. ആ ടെക്സ്റ്റ് ബുക്കുകൾ ലൈബ്രറി പുസ്തകങ്ങളെ പോലെ കുട്ടികൾക്ക് ഇട്ടുകൊടുത്തിട്ട് വീട്ടിൽ പോയിട്ട് വായിച്ചോളി എന്ന് പറയല, അല്ല. മറിച്ച് അതിന് വിശദീകരണം വേണം, അത് വിശദീകരിക്കുന്ന ആളുകൾ വേണം. ആ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്ന് ഒരുപാട് റഫറൻസുകൾ പരിശോധിച്ച് അതിൽ നിന്നൊക്കെ ധാരാളം വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കിയ, അനേകം വിജ്ഞാനങ്ങൾ ഗൃഹസ്ഥമാക്കിയ ഒരു പണ്ഡിതന്റെ വിശദീകരണം നൽകണം. അതൊരു പിരീഡ് വേണം. അതിൽ ഓരോ പാഠത്തിനും ഇത്ര പിരീഡ് കൊണ്ടേ പഠിപ്പിക്കാവൂ എന്ന നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചാൽ പോരാ, അത് ആവർത്തിച്ച് പഠിപ്പിക്കണം. ആവർത്തിച്ച് പഠിപ്പിച്ചാൽ പോരാ, അത് അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. അവർക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുക്കണം. അതുപോലെ അവർക്കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കണം. വീട്ടിൽ ചെന്നിട്ടത് കാണാപാഠം പഠിക്കാൻ വേണ്ടി അവർക്ക് ഉപദേശം നൽകണം. പിറ്റന്നാൾ അവരോട് ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവരെ അടിക്കേണ്ടടുത്ത് അടിക്കണം, ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കണം. വീണ്ടും പാഠം ആവർത്തിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ വീണ്ടും ആവർത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് മദ്രസയിൽ മാത്രമല്ല, സ്കൂളിൽ അങ്ങനെ തന്നെയാണ്, കോളേജിൽ അങ്ങനെ തന്നെയാണ്, MBBSനും എഞ്ചിനീയറിംഗിനും എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാമായ, സൃഷ്ടാവായ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അതിങ്ങനെ ഒരു ലൈബ്രറി പുസ്തകം പോലെ ഓരോരുത്തരുടെ കയ്യിലേക്ക് അങ്ങനെ വെച്ചുകൊടുക്കുകയല്ല ചെയ്തത്. മറിച്ച് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ബയാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. അല്ലേ? ബയാൻ. അപ്പോ ഖുർആന്റെ വിശദീകരണം ആവശ്യമാണ്. ഖുർആന്റെ വിശദീകരണം എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലുണ്ട്. ഞാൻ ചുരുക്കി പറയണം. ഖുർആൻ എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്കും ഖുർആനിൽ നിന്ന് ഓരോ ആളുകൾക്കും അങ്ങനെ മതവിധി കണ്ടെത്താനൊന്നും പറ്റൂല. അതിനാവശ്യമായ ബയാനിൽ എന്തൊക്കെയാണ് ഖുർആനിന്റെ ബയാൻ, എങ്ങനെയൊക്കെയാണ് ഖുർആനിന്റെ വിശദീകരണം, എങ്ങനെയാണ് ഖുർആനിന്റെ വിവരണം എന്ന് കൃത്യമായി മനസ്സിലാക്കണം. വൽ ബയാനു ഇസ്മുൻ ജാമിഉൻ ലിമആനി മുജ്തമിഅത്തിൽ ഉസൂൽ മുതശഇബത്തിൽ ഫുറൂഅ്. ധാരാളം അടിസ്ഥാന നിയമങ്ങളും ധാരാളം ശാഖാ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ ഒരു ആശയത്തിന്റെ സമാഹാരം, അതിന്റെ സമുച്ചയമാണ് ബയാൻ എന്ന് പറയുന്നത്. അതിൽ ഒരു ഖുർആനിനെ വിശദീകരിക്കുമ്പോൾ ധാരാളം വിശ്വാസപരമായ കാര്യങ്ങൾ വരും, അഖീദകൾ വരും. അത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളായിരിക്കും. അതുപോലെ ശാഖാപരമായ കർമ്മപരമായ ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ശരീരം കൊണ്ട് അനുഷ്ഠിക്കേണ്ടതായിരിക്കും. ധാരാ പറയുന്നത് ഖുർആനെ മനസ്സിലാക്കിയവരെന്ന് ലോകം മുഴുവൻ വാഴ്ത്തി പറയുന്ന മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ബയാൻ ചെറിയതല്ല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്ന് പറഞ്ഞ അൽ ബയാൻ ഉണ്ടല്ലോ, അത് ചെറിയ വിഷയമല്ല. ആ വിഷയത്തെപ്പറ്റി ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണ്? വൽ ബയാനു ഇസ്മുൻ ജാമിഉൻ ലിമആനി മുജ്തമിഅത്തിൽ ഉസൂൽ മുതശഇബത്തിൽ ഫുറൂഅ്. ഒരുപാട് അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം കർമ്മപരമായ വിഷയങ്ങൾ ശാഖോപശാഖകളായി വേർപിരിയുന്ന പ്രവിശാലമായ ഒരു ആശയ സംഹിതയാണ്
അഥവാ ഖുർആാനിന്റെ വിവരണത്തിലേക്ക് അങ്ങോട്ട് പോയാൽ 6000 ചില്ലാനം ആയത്തുകൾ മാത്രമേ ഖുർആാനിലുള്ളൂ. അതിലൊന്ന് ഓരോ ആയത്തിനെയും അതിനെ ഇഴപിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചർച്ച ചെയ്യുമ്പോൾ, ചർവണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനേകമനേകം ഉസൂലുകൾ ഉരുത്തിരിഞ്ഞു വരും, അനേകമനേകം ഫുറൂഉകൾ ഇഴപിരിഞ്ഞു വരും എന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറയുകയാണ്. ഏത് ചപ്പടാച്ചിക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു കിതാബാണ്, ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് തഖ്ലീദിന് ആവശ്യമില്ല, ഖുർആൻ മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ വിശദീകരണത്തിലേക്ക് കാതോർക്കേണ്ട ആവശ്യമില്ല എന്ന ഈ തെറ്റായ ആശയം പറയുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറയാണ്, ഖുർആനിന്റെ വിവരണം, ചില ഖുർആനിക ആയത്തുകളുടെ വിവരണം ഖുർആൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആനിൽ ഇപ്പൊ നിസ്കാരം, മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം ബാധ്യസ്ഥമാണ് അല്ലേ? അതുപോലെ തന്നെ സകാത്ത്, ഹജ്ജ്, നോമ്പ്, അതുപോലെ ഹറാമായ കാര്യങ്ങൾ, നിഷിദ്ധ കാര്യങ്ങൾ അല്ലാഹു നിഷിദ്ധപ്പെടുത്തി. വ്യഭിചാരം, കല്ല്, പന്നിമാംസം, അതുപോലെ ശവം ഭക്ഷിക്കുക, രക്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷിദ്ധമാണ് എന്നുള്ളത് ഖുർആനിൽ സ്പഷ്ടമാണ്, വ്യക്തമാണ് അല്ലെ? അതുപോലെ തന്നെ വുദു ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറയാണ്. അതേ സമയത്ത് വേറെ ചില കാര്യങ്ങൾ ഖുർആൻ അത് സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ടാകും, മുജ്മലായി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതിന്റെ വിശദാംശം, അതിന്റെ വിശദീകരണം, അതിന്റെ കൈഫിയത്ത്, അത് എങ്ങനെ നിർവഹിക്കണം, അതിനെങ്ങനെ മനസ്സിലാക്കണം, അതിന്റെ രൂപം എങ്ങനെ എന്നുള്ളത് ഖുർആനിൽ ഇത് മനസ്സിലാകൂല. പക്ഷേ അത് ഖുർആനിന്റെ വിവരണമാകുന്ന, ഖുർആനിനെ ഖുർആൻ കൊണ്ട് വിവരിക്കുന്നത് പോലെ ഖുർആനിന്റെ മറ്റൊരു വിവരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്ന അവിടുത്തെ ജീവിതം, ആ ജീവിതം കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ ജീവിതം കൊണ്ടേ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതുപോലെ ഇപ്പൊ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിസ്കരിക്കുവിൻ, പക്ഷേ ആ നിസ്കാരം എത്ര റക്അത്ത്, ആ നിസ്കാരത്തിൽ എത്ര ഫർളുകളുണ്ട്, എത്ര സുന്നത്തുകളുണ്ട്, ഏത് ഭാഷ നിർവഹിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ സക്കാത്ത്, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്നേ മനസ്സിലാവുകയുള്ളൂ. ചില വിഷയങ്ങൾ ഖുർആനിൽ പരാമർശം ഉണ്ടാവില്ല, ഖുർആനിൽ പരാമർശം വിശദമായിട്ടുണ്ടാവില്ല, സംക്ഷിപ്തമായിട്ടുണ്ടാവില്ല. മറിച്ച് അത് വമിൻഹുമാ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ലൈസ ലില്ലാഹി ഫീഹി നസ്സു ഹുക്മിൻ. ഖുർആൻ സംക്ഷിപ്തമായിട്ടോ വിശദമായിട്ടോ പ്രതിപാദിക്കാത്ത വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിമ്പിളായ ഉദാഹരണം പറയാം, എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അതിൽ നിന്ന് വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഫറള അലൈക്കുമുസ് സിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കി. വസനന്തു അലൈക്കും വസനന്തു ലക്കും ഖിയാമഹു, ഇന്നല്ലാഹ ഫറള അലൈക്കും സിയാമ റമദാൻ, റമദാൻ മാസത്തിലുള്ള നോമ്പ് അല്ലാഹു ഫറളാക്കിയതാണ്. പക്ഷേ വസനന്തു ലക്കും ഖിയാമഹു, തറാവീഹ് നിസ്കാരം ഞാനാണ് ചര്യയാക്കിയത്. തറാവീഹ് നിസ്കാരത്തിനെ പറ്റി ഖുർആൻ പറയുന്നില്ലല്ലോ. ഖുർആൻ ഏതെങ്കിലും ആയത്തിൽ തറാവീഹ് നിസ്കാരം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷേ ആ തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചര്യയാക്കിയതാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർദ്ദേശിച്ച ഒരു രാത്രി നിസ്കാരമുണ്ട്, തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം അത് സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടുണ്ട്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക എന്നല്ലേ ഖുർആനില് തഹജ്ജുദിനെ പറ്റി പറഞ്ഞത്. എന്താണ് ഖുർആനില്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താ പറയുന്നത്? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക. തഹജ്ജുദ് നിസ്കാരത്തിനെ പറ്റി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ രാത്രി നിസ്കാരത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ
ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. അത് രാത്രി നിസ്കാരം. പക്ഷേ ഇതൊന്നും തറാവീഹല്ല. എല്ലാ രാത്രി നിസ്കാരവും തറാവീഹല്ല. എല്ലാ തഹജ്ജുദും ഒരു തഹജ്ജുദും അല്ലെങ്കിൽ എല്ലാ തഹജ്ജുദും തറാവീഹല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിർവഹിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ച ഖിയാമുൽ ലൈൽ അതല്ല തറാവീഹ്. അതുപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ച തഹജ്ജുദ് അതല്ല തറാവീഹ്. ഇത് ഖിയാമുൽ ലൈലും തഹജ്ജുദും വിത്റും തറാവീഹും ഒക്കെ ഒന്നാണ് എന്ന് പറയുന്ന ആളുകൾ ഖുർആൻ എന്താണെന്ന് പോലും അറിയാത്തവരാണ്. ഖുർആനിൽ ഈ വിഷയത്തെ പറ്റി എന്തു പറഞ്ഞു എന്ന് മാത്രമല്ല, എന്താണ് ഖുർആൻ എന്ന് പോലും അറിയാത്ത പമ്പരവിഡ്ഢികൾ ആണ് എന്ന് നമുക്ക് വളരെ ഉച്ചസ്ഥരം പറയാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോ ഖുർആനിൽ തറാവീഹിനെ കുറിച്ച് പരാമർശമില്ല. വസനൻതു ലക്കും ഖിയാമഹു, തറാവീഹ് നിസ്കാരം അഥവാ റമദാനിലുള്ള തറാവീഹ് അത് ഞാൻ ചര്യയാക്കി തന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വന്തം ജീവിതം കൊണ്ട് ചര്യയാക്കി തന്ന കാര്യങ്ങളും ഖുർആനിന്റെ വിവരണമാണ്, വിശദീകരണമാണ്. കേവലം ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ പരിഭാഷ നോക്കിയാൽ മാത്രം ഇസ്ലാം ദീൻ പഠിക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണെന്ന് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് അവനെ ചെന്നെത്തിക്കുമെന്നുള്ളതിനും യാതൊരു സംശയവും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശുദ്ധ ഖുർആനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആ ബയാനിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അള്ളാഹു ഖുർആനിൽ പൊതുവായിട്ടോ അല്ലെങ്കിൽ സംക്ഷിപ്തമായിട്ടോ വിശദമായിട്ടോ പ്രതിപാദിക്കാത്തൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതും ഖുർആനിന്റെ ബയാനാണ് എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കാം എന്നുള്ളതാണത്. അത് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ പറയാണ്, വഖദ് ഫറദല്ലാഹു ഫീ കിതാബിഹി طاعة رسوله صلى الله عليه وسلم والانتهاء إلى حكمه فمن قبل عن رسول الله فبفرض الله قبلا. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുക്ക് വഴിപ്പെടുക, റസൂലിനും വഴിപ്പെടുക. അപ്പൊ റസൂല് ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഖുർആനിന്റെ ആഹ്വാനമാണ്. അപ്പൊ ആ പ്രാവർത്തികമാക്കൽ അല്ലെങ്കിൽ ആ റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത് ഖുർആനിന്റെ വിവരണങ്ങളിൽ പെട്ടതെന്ന് തന്നെയാണ് എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറയുകയാണ്. തീർന്നില്ല, ഷാഫി ഇമാം വീണ്ടും പറയുകയാണ്, وَمِنْهُمَا فَرَضَ اللَّهُ عَلَى خَلْقِهِ الِاجْتِهَادَ فِي طَلَبِهِ وَابْتَلَى طَاعَتَهُمْ فِي الِاجْتِهَادِ. ഇനി ഖുർആനിലും ഹദീസിലും സ്പഷ്ടമായി കാണാത്ത ഒരു കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ളതാവട്ടെ പിൽക്കാലത്തുണ്ടാവുന്ന കാര്യമാവട്ടെ, ശരിക്കും മനസ്സിലാക്കണം. ഖുർആനിലും ഹദീസിലും സ്പഷ്ടമായി വിശദീകരിക്കപ്പെടാത്തൊരു ആശയം, ഒരു കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉള്ള അന്ന് മുതൽക്കേ ഉള്ള ഒരു സംഗതിയാവട്ടെ അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന ഒരു കാര്യമാവട്ടെ, അതിന്റെ മതവിധി അന്വേഷിക്കുക എന്നുള്ളത് അർഹരായ ഇമാമുമാർ നിർവഹിക്കുന്നതിന്റെ പേരാണ് ഇജ്തിഹാദ്. അതാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ്, അന്വേഷണം, ഗവേഷണം. ഒരു അർഹതയുള്ള ഇമാം, എങ്ങനെയാണ് ഒരു ഇമാമിന് ഇജ്തിഹാദിന്റെ അർഹതയുണ്ടാവുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇതിന്റെ ഒരു മുഖദ്ദിമ, ഒരു എന്താ പറയാ, ചിതറിയ രൂപത്തിലുള്ള ഒരു സംസാരം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അർഹരായ ഇമാമുമാർ ഖുർആനിൽ സ്പഷ്ടമല്ലാത്തൊരാശയം അല്ലെങ്കിൽ നബിചര്യയിൽ സ്പഷ്ടമല്ലാത്തൊരു വിഷയം, അത് പ്രവാചക കാലത്തുള്ളതാവട്ടെ പിൽക്കാലത്ത് വരുന്നതാവട്ടെ, അതിനെ ഗവേഷണത്തിലൂടെ മനനം ചെയ്തുകൊണ്ട് അതിന്റെ മതവിധി കണ്ടുപിടിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇജ്തിഹാദ് അഥവാ ഗവേഷണം എന്ന് പറയുക. ആ ഇജ്തിഹാദിലൂടെ ലഭ്യമാകുന്ന കാര്യങ്ങളും വിശുദ്ധ ഖുർആനിന്റെ വിവരണം തന്നെ. മനസ്സിലായി നിങ്ങൾക്ക്? വിശുദ്ധ ഖുർആനിന്റെ വിവരണമാണത്. അപ്പൊ നേരത്തെ ഇവിടെ വഹാബി മൗലവിമാര് നേരത്തെ എഴുതിയ ഒരു
വരി ഞാൻ വായിച്ചത്. എന്താണ് അവർ എഴുതിയത്? നേരത്തെ വഹാബി മൗലവിമാര് എഴുതിയ ഒരു വിഷയം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ 71ാമത്തെ പേജിൽ അവരെന്താ പറഞ്ഞത്? ഇതിൽ പറയുന്നത് എന്താണ്? 72 ഇതിലെന്താ പറഞ്ഞത്? ചുരുക്കത്തിൽ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവ മാത്രമാണല്ലോ പ്രമാണങ്ങൾ. മുസ്ലിം സമൂഹത്തെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുക എന്ന സമ്പ്രദായം വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ലാന്ന്. അപ്പോ മദ്ഹബുകൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനല്ലാന്ന് അപ്പൊ അവർ പറയണത്. എന്നാൽ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നത് എന്താണ്? ഷാഫി ഇമാം പറയാണ്, വമിൻഹു, ഖുർആനിന്റെ വിവരണത്തിൽപ്പെട്ടതാണ് മാ ഫറദല്ലാഹു അലാ ഖൽഖിഹിൽ ഇജ്തിഹാദ ഫീ ത്വലബിഹി വബ്തലാ ത്വാഅതഹും ഫിൽ ഇജ്തിഹാദ്. അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് മേൽ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുവാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ. അങ്ങനെ അവർ ഇജ്തിഹാദ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നല്ലാഹു പരീക്ഷിക്കുന്ന കാര്യങ്ങൾ. അതും എന്തുതന്നെയാണ്? വിശുദ്ധ ഖുർആനിന്റെ ബയാൻ, അതിന്റെ വിശദാംശം തന്നെയാണ്. ഇതാരാ പറയുന്നത്? ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു. വഹാബികൾ പറയുന്നതോ അത് വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമില്ല. ഇതിലേതാണ് ശരി? ഇതിലേതാണ് ശരി? ഇമാം ഷാഫിഈ തങ്ങൾ കാര്യകാരണ സഹിതം പറയുന്ന കാര്യമാണോ, അതോ ബിലാൽ ഫിലിപ്സ് പോലുള്ള ഏതെങ്കിലും ആളുകളുടെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഛർദിച്ച ഏതെങ്കിലും വരികളെടുത്ത് ഉദ്ധരിക്കുന്ന വഹാബികൾ പറയുന്നതാണോ ശരി? ഏതാ ശരി? ഇമാം ഷാഫിഈ തങ്ങൾ അവിടുത്തെ റിസാല എന്ന ലോകപ്രസിദ്ധമായ ഉസൂലിന്റെ കിതാബിൽ പറഞ്ഞ ആശയമാണോ ശരി? അതോ ബിലാൽ ഫിലിപ്സ് പോലുള്ള ആൾക്കാരുടെ 4 ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ടായ വലിയ ഇമാമാണ് അവരെ വിചാരം? ബിലാൽ ഫിലിപ്സ്, അതുപോലെ ഹംസ അലക്സ്, അതുപോലെ തന്നെ മുഹമ്മദ് എക്സലന്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇമാമാണെന്നാണ് ഇവരുടെ വിചാരം. അപ്പൊ അങ്ങനെ ഒരു ഇംഗ്ലീഷിലുള്ള 4 എസും അതുപോലെ തന്നെ സെഡൊക്കെ ചേർത്താല് ഉഷാറായി എന്നുള്ളൊരു വിചാരമാണ് പൊതുവെ ആളുകൾക്കൊക്കെ. അങ്ങനെ വിചാരമുണ്ട്. 4 ഇംഗ്ലീഷിൽ കുറച്ച് എന്താ പറയാ കുറച്ച് അലക്കി തേച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാല് അത് വലിയ സംഗതിയാണെന്നാണ് വിചാരം. അതിനൊരു ഒരു അർത്ഥവുമില്ല, അതിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ ഖുർആനിന്റെ ബയാൻ തന്നെയാണ്. ഖുർആൻ പലപ്പോഴും ഖുർആൻ തന്നെ ഖുർആനെ ബയാൻ ചെയ്യുന്നത് ലളിതമായ പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറയാം. ഏറ്റവും നമുക്കറിയാവുന്ന ഒരു ഉദാഹരണമാണ് സൂറത്തുൽ ബഖറയിൽ തുടർച്ചയായി വന്ന 3 ആയത്തുകൾ, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിൽ തുടർച്ചയായി വന്ന 3 അതിൽ കൂടുതൽ ആയത്ത്. ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത് ഫമൻ കാന മിൻകും മരീദൻ വലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കുമേൽ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കുമേൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇത്രമാത്രം പറഞ്ഞ് നിർത്തി. അത് എത്ര ദിവസം വ്രതാനുഷ്ഠാനം എന്ന് ആ ആയത്തിൽ പറഞ്ഞില്ല. തുടർന്ന് പറഞ്ഞു അയ്യാമൻ മഅദൂദാത്. അത് അനന്തമായ ദിവസങ്ങളല്ല, മറിച്ച് എണ്ണപ്പെടുന്നതായ അത്രയും ദിവസങ്ങളിൽ. അപ്പോ വളരെ കൂടുതലില്ല, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന ഒരു വിശദീകരണം അവിടെ തന്നെ കിട്ടി. പക്ഷെ അത് എപ്പോഴായിരിക്കണമെന്ന് അവിടെ പറയുന്നില്ല. അതിന് തൊട്ട് താഴെ പറയുകയാണ്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അത് റമദാൻ മാസമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പൊ ഖുർആൻ തന്നെ ഖുർആനെ വിശദീകരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇനി വേറെ ഉദാഹരണം പറയാം, വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പൊ സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്ത്
സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലാഹുവിന്റെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇവിടെ അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും സന്തോഷിച്ചു കൊള്ളട്ടെ. എന്താണ് ഈ ഫദ്ലും റഹ്മത്തും? അത് പല വിശദീകരണങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന ഒരു വാക്കാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹുവിന് കിട്ടുന്ന റഹ്മത്ത് എന്ന് പറയുമ്പോൾ പല ജാതി റഹ്മത്തുകളുണ്ട്. അവന്റെ ജന്മം റഹ്മത്താണ്, അവന്റെ ഭക്ഷണം റഹ്മത്താണ്, അവന്റെ മാതാപിതാക്കൾ റഹ്മത്താണ്, അവന്റെ ഉസ്താദുമാർ റഹ്മത്താണ്, അവൻ താമസിക്കുന്ന വീട്, അവൻ ശ്വസിക്കുന്ന വായു, അവന്റെ ശരീരം, അവന്റെ ആരോഗ്യം, അവന്റെ മനസ്സിന്റെ ആരോഗ്യം എല്ലാം റഹ്മത്താണ്. പക്ഷേ ആത്യന്തികമായ റഹ്മത്ത് ഏതാണ്? ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ ഏറ്റവും ആത്യന്തികതയിലേക്കാണല്ലോ നമ്മൾ ആദ്യം കടന്നു ചെല്ലേണ്ടത്. ആത്യന്തികമായി ഏതാണ് ആ റഹ്മത്ത് എന്നതിലേക്കാണ് ആദ്യം നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അത് ഏതാണ്? അത് ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കുമുള്ള റഹ്മത്ത്, സർവ്വലോകങ്ങൾക്കുമുള്ള റഹ്മത്ത് എന്ന് പറയുന്ന റഹ്മത്ത് ഏതാണ്? അത് നമ്മുടെ ഭക്ഷണമല്ല, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ ശരീരമല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മുടെ ജന്മമല്ല, നാം താമസിക്കുന്ന വീടല്ല, നാം ചെയ്യുന്ന ജോലിയല്ല, നമുക്ക് കിട്ടുന്ന ശമ്പളമല്ല. പിന്നെന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സകല ലോകങ്ങൾക്കും റഹ്മത്ത് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ റസൂലാക്കിയപ്പോ മാത്രമേ ആ റഹ്മത്ത് എന്നുള്ള വിശേഷം ലഭിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായതിനു ശേഷം അവിടത്തേക്ക് റിസാലത്ത് എന്ന പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയല്ലോ. അവിടെ മുതൽക്ക് നുബുവത്തിന്റെ 23 കൊല്ലം, 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് വരേക്കുമുള്ള ആ കാലയളവിലുള്ള ആ ഒരു പ്രവാചകൻ, അതിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യവാനാകുന്നുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താകുന്നുള്ളൂ എന്ന് വിശ്വസിക്കുകയും അത് അനുയായികൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ കടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വായിക്കാം. ഒരു നീണ്ട PM ഒരാൾ അയച്ചതാണ്, പിന്നീട് വായിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതാണ്, എല്ലാ ലോകങ്ങൾക്കും റഹ്മത്താണ്. അതിൽ റസൂലുള്ളാഹിന്റെ ഒരു 23 കൊല്ലത്തെ വളരെ ചുരുങ്ങിയ സങ്കുചിതമായ ഒരു കാലയളവില് മാത്രം പ്രതിപാദിക്കാനല്ല ആ ആയത്ത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, എന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്, അത് തെറ്റായ ധാരണയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂനുസിൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് പറഞ്ഞ ആ റഹ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രഥമമായി കടന്നുവരിക, പ്രാഥമികമായി കടന്നുവരിക. മറ്റു നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കുമുള്ള റഹ്മത്തുകളൊക്കെ കടന്നു വരുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രാഥമികമായിട്ട് കടന്നു വരിക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അത് ഖുർആൻ കൊണ്ട് ബയാൻ ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ഒരു ഉദാഹരണമാണ്. ഇനി വലിയ വലിയ ഉദാഹരണങ്ങൾ വേറെ ഒരുപാട് പറയാനുണ്ട്, അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഖുർആൻ തന്നെ ചില കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ വിശദമായി പറഞ്ഞെങ്കിലും അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണം
അനിവാര്യമായിട്ടും മനസ്സിലാക്കൽ അത്യാവശ്യമാവും. ഉദാഹരണം സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വഇദാ ഖുംതും ഇലസ്സലാത്തി ഫൗസിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈനി വഇൻ കുൻതും ജുനുബൻ ഫത്തഹിറൂ. ഇവിടെ ഒന്നുണ്ടാക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. അതുപോലെ തന്നെ വേറെ ആയത്തിന് വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീൽ, അവിടെ ജനാപത്തുകാരൻ കുളിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. പക്ഷെ എങ്ങനെ കുളിക്കണം, എങ്ങനെ ഒന്നുണ്ടാക്കണം, അതിന്റെ രൂപം അവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്നില്ല. അത് എത്ര വട്ടമായിരിക്കണം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭത്തിൽ ഒരു വട്ടം മാത്രം മുഖം കഴുകിക്കൊണ്ടൊന്നുണ്ടാക്കി, ചില സന്ദർഭത്തിൽ 3 വട്ടം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു തവണ നിർവഹിക്കലാണ് ഫർള്, 3 വട്ടമാക്കുക എന്നുള്ളത് സുന്നത്താണ്. ഒരു തവണ മുഖം കഴുകലാണ് ഫർള്, 3 വട്ടമാക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് അപ്പൊ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഖുർആനിന്റെ ബയാനാണ്. അല്ലാതെ ഖുർആൻ വേറെ ഹദീസ് വേറെ, അത് രണ്ടാണ് എന്ന് ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ആ അൽ ബയാൻ എന്ന് പറയുന്നതിന്റെ വിശദാംശങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറയുന്നതൊക്കെ. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എടുത്താലും നമുക്ക് പറയാൻ കഴിയും. ഓരോന്നും വെവ്വേറെ ആയിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഖുർആൻ പറയുകയാണ്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത. നിസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട ഫർള് ആയ കാര്യമാണ്. പക്ഷെ ഏതൊക്കെ സമയം? അതിന്റെ ളുഹർ അതിന്റെ ആദ്യമെപ്പോൾ അവസാനമെപ്പോൾ, അസർ ആദ്യമെപ്പോൾ അവസാനമെപ്പോൾ, മഗ്രിബ് ആദ്യമെപ്പോൾ അവസാനമെപ്പോൾ, ഇശ ആദ്യമെപ്പോൾ അവസാനമെപ്പോൾ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. അത് ഖുർആനിന്റെ ബയാനാകുന്നു, ഖുർആനിന്റെ വിശദീകരണമാകുന്നു. അതുപോലെ തന്നെ തന്നെയാണ് ഇജ്മാ. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇജ്മാ എന്ന് പറഞ്ഞാൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ ഒരു വിഷയത്തിൽ ഏകോപിച്ച് പറയുന്ന കാര്യങ്ങൾ. ഒരു വിഷയത്തിൽ മുജ്തഹിദീകളായ ഇമാമുമാർ ഏകോപിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖണ്ഡിതമായി, ഒരിക്കലും പിഴവ് പറ്റാത്ത വിധം ഉറപ്പുള്ളതായ ഖത്ഇയ്യ എന്ന് പറയുന്ന അറബിയിൽ ഖത്ഇയ്യായ ഖണ്ഡിതമായ മാറ്റത്തിന് പിന്നീട് വിധേയമാവാൻ ഒരു ഇടയുമില്ലാത്ത ഉറപ്പായ മതവിധിയാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ഇവിടുത്തെ വഹാബികളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, ഖുർആനെതിരിൽ ഇജ്മാ ഉണ്ടായാൽ സ്വീകരിക്കൂല, ഖുർആനെതിരിൽ ഇജ്മാ ഉണ്ടായാൽ സ്വീകരിക്കൂല, ഹദീസിനെതിരിൽ ഇജ്മാ ഉണ്ടായാൽ സ്വീകരിക്കൂല. ബല വിചാരം മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളൊക്കെ പാട് ഏകോപിച്ചുകൊണ്ട് ഒരു ഖുർആനെതിരിൽ ഒരു വിധി പാസാക്കും, അല്ലെങ്കിൽ ഹദീസിനെതിരിൽ വിധി പാസാക്കുന്ന. അങ്ങനെയല്ല. ഖുർആനെതിരിലൊരു ഇജ്മാ ഉണ്ടാവില്ല, ഹദീസിനെതിരിൽ ഇജ്മാ ഉണ്ടാവില്ല. ഖുർആനെതിരിലോ ഹദീസിനെ എതിർത്തുകൊണ്ടൊരു ഇജ്മാ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഖുർആനിന്റെ ഒരു ആയത്തിന് ചിലപ്പോ അത് മുജ്മലായിരിക്കും, സംക്ഷിപ്തമായി പറഞ്ഞതായിരിക്കും. അതിന്റെ വിശദാംശം എന്താണെന്ന് മനസ്സിലാവാതെ ആ ആയത്ത് കൊണ്ട് തെളിവെടുക്കാൻ പറ്റൂല. അതേസമയത്ത് ഇജ്മാ അങ്ങനെയല്ല. ഇജ്മാ ആയ ഒരു മതവിധി ഖണ്ഡിതമാണ്. അപ്പൊ പലപ്പോഴും ഖുർആനിലുള്ള ഒരു ആയത്തിനേക്കാൾ പിന്നെ ഖണ്ഡിതമായി വരിക ഇജ്മാ ആയിരിക്കും. ഇജ്മാ ഇസ്മത്തുള്ള പ്രമാണമാണത്. ഇസ്മത്ത് അഥവാ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്, പിഴവ് വരാത്ത വിധം, പിഴവിൽ നിന്ന് സുരക്ഷിതത്വമുള്ള പ്രമാണം. ഇജ്മാഇനെ പറ്റി അങ്ങനെയാണ് ഇമാമുമാർ പറയുന്നത്. പിഴവ് വരാത്ത സുരക്ഷിതത്വമുള്ള പ്രമാണമാണ് ഇജ്മാ. അപ്പൊ ഇജ്മാ എന്ന് പറഞ്ഞാൽ അത് ചില്ലറല്ല. അവിടെ വഹാബിയാളും മുജാഹിദുകളൊക്കെ പറയുന്നത് ആ ഇജ്മാ ഈ ഖുർആനെതിരായതുകൊണ്ട് ഞങ്ങൾ തള്ളും. പക്ഷേ ഖുർആനെതിരായിട്ട് ഒരു ഇജ്മാ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഇജ്മാ ഖുർആനെതിരെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത്. അതുപോലെ തന്നെ അതങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതിലൊരുപാട് തെളിവുകളുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൻ നിസാഇന്റെ 115-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى
വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സത്യമാർഗം ഇന്നതാണെന്ന് ബോധ്യമായതിനു ശേഷം ആരെങ്കിലും ഈ റസൂലിനോട് എതിര് നിൽക്കുകയാണെങ്കിൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അനുവർത്തിച്ച ഒരു മാർഗം, മുഅ്മിനീങ്ങൾ ഏകോപിച്ച് അനുവർത്തിച്ച മാർഗം, അതാണ് മുഅ്മിനീങ്ങൾ എല്ലാവരുടെയും മാർഗം എന്നാണല്ലോ. സബീലുൽ മുഅ്മിനീൻ എന്നാണ് ജമ്മിൽ അലിസ്ലാം കടന്ന അമൂമനെ ഫായിദപ്പിക്കുന്ന. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളും ഒരുപോലെ അംഗീകരിച്ചു പോരുന്ന മാർഗം, അതിനെപ്പറ്റിയാണ് ഇജ്മാ എന്ന് പറയുക, ഏകോപിത മാർഗം. അതിന് ഒരാൾ കൈവെടിയുകയാണെങ്കിൽ, അതിൽ നിന്നൊരാൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ അനുവർത്തിച്ചു പോരുന്ന വഴി അതല്ലാത്ത മറ്റൊരു വഴിയിലേക്ക് ഒരുത്തൻ പോവുകയാണെങ്കിൽ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം, അവൻ എവിടേക്ക് പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ അള്ളാഹ് പറയുകയാണ് വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്ക് അവനെ നാം ചേർത്തും. വസാഅത് മസീറ, നരകം വളരെ മോശമായ ഗേഹമത്രേ. സൂറത്തുൽ നിസായിൽ അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ ലാ യജ്മഉ ഉമ്മത്തി അലാ ദലാല, ഉമ്മത്തി ഏകോപിച്ച ഒരു അഭിപ്രായം, ഒരു വിഷയം അതൊരിക്കലും തന്നെ പഴച്ചു പോകുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഈ ഖുർആനിന്റെയും നബിയുടെ വാക്കിന്റെയും അടിസ്ഥാന പിൻബലമുള്ള ഇജ്മാ, ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ, ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ അലാ അയ്യി അംരി ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള മുജ്തഹിദീങ്ങളായ ഇമാമുമാർ ഒരു വിഷയത്തിൽ ഒറ്റ അഭിപ്രായം പറയുക. ഇപ്പൊ ഇസ്തിഗാസ എന്നുള്ളത് ജായിസാണെന്നുള്ളതിൽ ഇമാമുമാർക്ക് തർക്കമല്ലല്ലോ, അത് ഇജ്മാ ആയ വിഷയമാണ്. ഇനി അതിനെതിരിൽ അത് ഹറാമെന്നോ അത് നിഷിദ്ധമെന്നോ അത് ശിർക്കെന്നോ ആരെങ്കിലും പുലമ്പുന്നുണ്ടെങ്കിൽ അവൻ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെതിരാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പറഞ്ഞ, വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ സൂറത്തുൽ നിസാഇന്റെ 115-ാമത്തെ ആയത്തിൽ ഭീഷണിപ്പെടുത്തപ്പെട്ട വർഗത്തിൽ അതുകൊണ്ട് നാട്ടിലുള്ള വഹാബികളൊക്കെ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا എന്ന ആയത്തിന്റെ പരിധിയിൽ അവരൊക്കെ ഉൾപ്പെട്ടവരാണ്. ഇതിൽ യാതൊരു സംശയവും തന്നെയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, പലപ്പോഴും ഖുർആനിന്റെ വിവരണങ്ങൾ, അതിന്റെ ബയാൻ ഉൾക്കൊള്ളാതെ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അപകടത്തിൽപ്പെടും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ബോധപൂർവം തന്നെയാണ് പറഞ്ഞത്. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ ഖുർആൻ പറയുന്നുണ്ട്, ഇമാം ഷാഫിഈ തങ്ങൾ അതിനൊരു ഉദാഹരണം പറയാം. എന്താ? ഖുർആൻ പറയാണല്ലോ എന്ത്? യാ അയ്യുഹന്നാസ് ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. എന്താ ഇതിനർത്ഥം? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ضرب مثل, ഒരു ഉപമ ഇതാ വിവരിക്കപ്പെടുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരാധന ചെയ്യുന്ന ആരാധ്യ വസ്തുക്കൾ, ലൻ യഖ്ലുഖൂ ദുബാബൻ, അവർ ഈച്ചനെ പോലും പറക്കൂല. വലവ ജിത്തമഊ ലഹു, അവരെല്ലാവരും സംഘടിച്ചാലും ശരി. വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു, അല്ലേ ഒരു ഈച്ച അവർക്ക് വല്ലതിനെയും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ ഈച്ചയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ പോലും അവർക്ക് സാധിക്കൂല. തേടുന്നവനും തേടപ്പെടുന്നവരുമെല്ലാം ബലക്ഷയരായിരിക്കുന്നു. ഖുർആൻ പറയാം. ഈ ആയത്ത് എല്ലാ മനുഷ്യർക്കും ബാധകമാണോ അല്ലേ? ഒറ്റടിക്ക് നോക്കിയാൽ എല്ലാ യാ അയ്യുഹന്നാസ് പറഞ്ഞ മനുഷ്യരെ എന്നല്ലേ? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യരായി പറഞ്ഞ എല്ലാ ആൾക്കാരും പെട്ടു. പക്ഷെ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നത് കണ്ടോ? ഖാല, ഷാഫിഈ ഇമാം പറയാം, ഫമഖ്റജുൽ ലഫ്ളി ആമുൻ അലന്നാസി കുല്ലിഹിം, ഈ ലഫ്ളിന്റെ അതിന്റെ ഉത്ഭവം എല്ലാ മനുഷ്യർക്കും പൊതുവായതാണ്. പക്ഷേ വബയ്യിനുൻ ഇൻദ അഹ്ലിൽ ഇൽമി മിൻഹും,
അന്നഹു ഇന്നമാ യുറാദു ബിഹാദൽ ലഫ്ദിൽ ആമിൽ മുഖ്റജി ബഅ്ദുൻ നാസ് ദൂന ബഅം. ഈ പറഞ്ഞ മനുഷ്യരെ എന്നതിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നില്ല, അതിൽ ചിലർ മാത്രമേ ഉൾപ്പെടുന്നു എന്നുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഇൽമിന്റെ അഹ്ലുകാരായ ആളുകൾക്ക് വ്യക്തമാണ്. ശാഫി ഇമാം പറയാ ലിഅന്നഹു ലാ ബിഹാ, പറഞ്ഞതുകൊണ്ട് അഭിസംബോധിതരായി വരുന്നത് ഇല്ലാ മൻ യദ്ഉ മിൻ ദൂനില്ലാഹി ഇലാഹൻ തആല അമ്മാ യഖൂലുന ഉലുവൻ കബീറാ. എന്താ പറയുന്നത്? لأنه لا يخاطب بهذا إلا من يدعو من دون الله إلها آخر. അള്ളാഹുവിനെ കൂടാതെ ഇലാഹുമാരോട് ദ്വാർക്കുന്ന ആളുകൾ, കാരണം ദൈവങ്ങളോട് അപേക്ഷിക്കുന്ന ആളുകൾ, അവരെ പറ്റിയാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. അല്ലാതെ ഇസ്തിഗാസ ചെയ്യുന്നവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തമ്മിൽ സഹായം ചോദിക്കുന്നവരെ പറ്റിയോ ഈ ആയത്തിൽ പരാമർശിക്കുന്നേ ഇല്ല എന്ന് പണ്ഡിതന്മാർക്ക് വ്യക്തമാണ്. ആരാ പറയണത്? ഇമാം ഷാഫിഈ തങ്ങളാ പറയണത്. ഇതേ ആയത്ത് വെച്ചിട്ടല്ലേ എന്റെ സുഹൃത്തുക്കളെ, ഇതേ ആയത്ത് വെച്ചിട്ടല്ലേ ഇവന്മാര് നമ്മളെ കാഫറാക്കുന്നത്? ഇപ്പൊ പേരാമ്പ്ര സംവാദം നിങ്ങൾ കേട്ടില്ല, അതിലൊക്കെ ഈ ആയത്തിൽ അവരോധിയത് മഹാന്മാരോട് സഹായം അപേക്ഷിക്കുകയും അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ശിർക്കാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇലാഹുമാരോട് അപേക്ഷ നടത്തുന്നതിനെ വിമർശിക്കുന്ന ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിക്കല്ലേ. മഹാന്മാരും ഇലാഹുമാരും ഒന്നാണോ? ഇലാഹ് എന്ന് പറയുമ്പോൾ മഹാനാണ്, പക്ഷെ മഹാൻ ഇലാഹാണോ? മഹാനായതുകൊണ്ട് ഇലാഹാകോ? റസൂലായതുകൊണ്ട് ഇലാഹാകോ? മലക്കായതുകൊണ്ട് ഇലാഹാകോ? നബിയായതുകൊണ്ട് ഇലാഹാകോ? അല്ലെങ്കിൽ വലിയായതുകൊണ്ട് ഇലാഹാകോ? സിദ്ദീഖായതുകൊണ്ട് ഇലാഹാകോ? എന്താ ഇലാഹു എന്ന് പറഞ്ഞാൽ? ഇലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വാചകത്തിലുള്ള ഈ ഇലാഹ് എന്നുള്ള ആ ഒരു കൊച്ചു പദത്തെ പോലും ദുർവ്യാഖ്യാനിച്ചു പോയി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ അന്ന ഫീഹിം മിനൽ മുഅ്മിനീനൽ മഗ്ലൂബീന അലാ ഉഖൂലിഹിം വഗൈരിൽ മഗ്ലൂബീന മിമ്മൻ ലാ യദ്ഉ മഅഹു ഇലാഹാ. എന്തുകൊണ്ട് മനുഷ്യരിൽ എല്ലാവർക്കും ഈ ആയത്ത് ബാധകമല്ല എന്ന് പറയാൻ കാരണം ഈ ആയത്തിൽ മുഅ്മിനീങ്ങളുണ്ട്. അല്ല, ഈ ആയത്തിൽ മുഅ്മിനീങ്ങളുണ്ട് എന്നല്ല, ലിഅന്ന ഫീഹിം മനുഷ്യർ എന്ന് പറഞ്ഞതിൽ മുഅ്മിനീങ്ങളുണ്ട്. എങ്ങനത്തെ മുഅ്മിനീങ്ങളാണ്? മഗ്ലൂബീന അലാ ഉഖൂലിഹിം, അല്ലേ? ഭ്രാന്തന്മാരായ, ബുദ്ധി നഷ്ടപ്പെട്ടുപോയ ഭ്രാന്തന്മാരായ ആളുകൾ. അവരിപ്പോ ഒരു ബിംബത്തിന്റെ മുമ്പിൽ പോയിട്ട് സുജൂദ് കടന്നു, പക്ഷെ മറച്ചോ ശിക്ഷിക്കൂല. തക്ലീഫില്ലാത്ത ആളുകൾക്ക് ഈ ആയത്ത് ബാധകമല്ല. തക്ലീഫില്ലാത്ത ആളുകൾക്ക് ഈ ആയത്ത് ബാധകമല്ല. ഈ ഖുർആനിന്റെ ആയത്ത് ബാധകമല്ല. വഗൈരിൽ മഗ്ലൂബീന മിമ്മൻ ലാ യദ്ഉ മഅഹു ഇലാഹൻ. അതുപോലെ തന്നെ ഇനി ബുദ്ധിയുള്ള മുക്കല്ലഫീകളായ ആൾക്കാരാണെങ്കിൽ തന്നെ അള്ളാഹുവോടൊപ്പം വേറെ ഇലാഹിനെ ദുആ ചെയ്യാത്ത ആളുകൾക്കും ഈ ആയത്ത് ബാധകം അല്ല. അപ്പൊ എല്ലാവർക്കും ഈ ആയത്ത് ബാധകമാണ് എന്ന് മനസ്സിലാക്കി പോകരുത്. ഖുർആൻ ഈ ആയത്ത് മാത്രം നോക്കിയിട്ട് അതിന്റെ പരിഭാഷ മാത്രം കണ്ട് വായിച്ചിട്ട് കണ്ടില്ലേ, അപ്പോ മഹാന്മാരോട് സഹായം തേടുന്നവർ അവരേതുപോലെയാണ്? അവര് ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു. ഒരു ഈച്ചനെ പോലും പടക്കാൻ കഴിയാത്ത ആളുകൾ, അവർ സംഘടിച്ചാലും ശരി, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ ഈച്ചയിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാൻ കഴിയാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ട് ശിർക്കിനെ വിമർശിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിയ ആയത്തിന്റെ പരിധിയിൽ ഈ വിഷയം വരുന്നത് അല്ല. ഏത് വിഷയം? മഹാന്മാരോട് അഭൗതിക മാർഗത്തിൽ സഹായം അപേക്ഷിക്കുന്ന വിഷയമോ അവരിൽ നിന്ന് മറഞ്ഞ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്ന കാര്യമോ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുന്നത് അല്ല എന്ന് മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു കാര്യകാരണ സഹിതം ബുദ്ധിപരമായി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പൊ ഖുർആൻ മാത്രം ഇങ്ങനെ നോക്കിയിട്ട് മദ്ഹബുകളും ഇമാമികളെ വിശദീകരണങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞാൽ
രക്ഷയില്ല. അത് അപകടകരമാണ് എന്നുള്ളതിന്റെ ഒരു സൂചന എന്ന നിലയ്ക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഖുർആനിൽ പറയാം, വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആരാണ്? നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണ്. ഏത് മനുഷ്യന്മാർ? നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണ്. കല്ലുകൾ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന കല്ലുകൾ. അപ്പൊ മനുഷ്യന്മാരോട് പറയും ഈ ആയത്ത് നോക്കിയിട്ട്, ഈ സൂക്തം മാത്രം നോക്കിയിട്ട്, അപ്പോ ആദമിന്റെ പുത്രന്മാരായ ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളായ മനുഷ്യന്മാരെല്ലാം നരകത്തിന്റെ വിറകുകളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആയത്ത് മാത്രം നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതിന്റെ ബയാൻ നോക്കണ്ടേ? ആ ആയത്തിന്റെ ബയാൻ എന്താ? അത് മറ്റനേകം ബയാനുകളുണ്ട്. അതിൽപ്പെട്ടൊരു ബയാൻ ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബ്അദൂൻ. അൽ-വാഫി ഉസ്താദ് ആയത്തിന്റെ പൂർണ്ണ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ്, കല്ലുകളുമാണ്. പക്ഷേ ആ കത്തിക്കപ്പെടുന്നതിൽ ആരുൾപ്പെടൂല? സത്യവിശ്വാസികൾ ഉൾപ്പെടൂല. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബ്അദൂൻ. അല്ലേ, നമ്മളിൽ നിന്ന് ഹുസ്ന അഥവാ സ്വർഗം അത് മുൻകടന്നതായ ആളുകൾ, ഉലൈക അൻഹാ മുബ്അദൂൻ, അവർ നരകത്തിനെ തൊട്ട് അകറ്റപ്പെട്ടവരാണ്, അവർ നരകത്തിനെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവരാണ്. അവർ നരകത്തിലേക്ക് പ്രവേശിക്കൂല, നരകത്തിന്റെ സ്പർശനം അവർ കേൾക്കൂല, നരകത്തിന്റെ മുകളിൽ കൂടി ഒന്നങ്ങനെ പോയിക്കൂടായില്ല. അല്ലേ, നരകത്തിന് മുകളിലൂടെ ഒന്ന് കടന്നു പോയിക്കൂടായില്ല. പക്ഷേ നരകത്തിലേക്ക് അവർ പതിക്കൂല, നരകത്തിലേക്ക് അവർ ചെന്ന് അല്ലേ വീഴൂല. അപ്പൊ ഈ രൂപത്തിൽ ഖുർആനിന്റെ ഏതെങ്കിലും വാക്കോ ഏതെങ്കിലും ഭാഗമോ ഏതെങ്കിലും പരിഭാഷയോ നോക്കിയിട്ടല്ല വിധി പറയേണ്ടത്. ഇപ്പൊ എന്നാലും രാഷ്ട്രീയ നേതാവ് പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രസംഗിക്കാം, സുന്നിയാണെന്നൊക്കെ പലരും മനസ്സിലാക്കിയിരുന്നൊരു രാഷ്ട്രീയ നേതാവ് ഈ അടുത്ത് പ്രസംഗിച്ചത് ഫേസ്ബുക്കിലൊക്കെ കണ്ടു. എന്താണ്, അയാൾ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ പരിഭാഷ നോക്കാറുണ്ട്. അപ്പൊ പരിഭാഷ നോക്കിയിട്ട് മനസ്സിലായത്, ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് വിവരം കമ്മിയാണ് എന്റെ അവസ്ഥ എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു സാഹചര്യം അത്തരക്കാരായ ആളുകൾക്ക് വരികയാണ്. ഓരോ ആളുകൾക്കും ഓരോ വിഷയത്തിൽ വിവരമുണ്ടാവും, ആ വിഷയത്തിൽ അവരെയാണ് അവലംബിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ നല്ല നല്ല കഴിവുള്ള എത്ര ഓരോ വിഭാഗം ഓരോ സെക്ഷനിൽപ്പെട്ട ആളുകളുണ്ട്. കിതാബിന്റെ ആൾക്കാർ ആ വിഷയത്തിൽ അവരായിരിക്കണം അവരെ ആയിരിക്കണം നാം അവലംബിക്കേണ്ടത്. അതേസമയത്ത് മെഡിസിൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കും അറിയില്ല അതിനെ പറ്റി. അതേസമയത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഡോക്ടർ റഹ്മാൻ സാഹിബുണ്ട്, ഡോക്ടർ ആസഫ് അബൂബക്കർ ഉണ്ട്, അതുപോലുള്ള വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. അവരൊക്കെ അവരുടെ വിഷയത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ്. അവരുടെ കാര്യത്തിൽ അവർ പ്രഗത്ഭരായ അവരുടെ പ്രാഗൽഭ്യം ഉള്ള വിഷയത്തിൽ അവരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അത് നമുക്ക് യാതൊരു മടിയുണ്ടാവാൻ പാടില്ല. അതിൽ അവരെ അവലംബിക്കാൻ പറ്റില്ല, ഞാനൊരു വലിയ ആളാണ് എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അങ്ങനെ ഓരോ ടെക്നിക്കൽ കാര്യമാണെങ്കിൽ ആ വിഷയത്തിൽ അതിന്റെ ടെക്നീഷ്യന്മാരെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് അറിയാത്ത ആളുകൾ ഇത് മനസ്സിലാക്കാൻ കൂടുതൽ ഔപചാരികമായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രൂപത്തിലോ ആയ വല്ല വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്. ഇത് ഒരു മനുഷ്യനായി പറന്ന അല്ലേ ചോറ് വയ്ക്കുന്ന ആളുകൾക്കൊക്കെ തിരിയുന്നൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അത്ര ലളിതമായ ഒരു സത്യമാണ്. പിന്നെ പരിഭാഷകൾ അവലംബിക്കുമ്പോൾ ആ പരിഭാഷ എന്നുള്ളത് പലപ്പോഴും ഞാൻ പല സന്ദർഭത്തിലും പറയാറുണ്ട്, പരിഭാഷ എന്നുള്ളത് ഒരു സൂചിക മാത്രമാണ്. ഖുർആനിനെ ഒരു ഏകദേശം ഒന്നും അങ്ങനെ അല്ലാഹുവിന്റെ കലാമുമായിട്ട് പരിചയപ്പെടാനുള്ള ഒരു കാര്യം മാത്രമാണ് പരിഭാഷ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് പരിഭാഷയാണെങ്കിലും മലയാള പരിഭാഷയാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും അതൊന്നും തന്നെ ഖുർആൻ ആകുന്നില്ല, അല്ലാഹുവിന്റെ കലാമാകുന്നില്ല. അതിൽ നിന്ന് മതവിധി ഇസ്തിംബാത്ത് ചെയ്യാൻ പാടില്ല, മതവിധി അതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാൻ സാധ്യമല്ല, അത് പാടുള്ളതുമല്ല. എന്തുകൊണ്ട് പാടുള്ളതല്ല? മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയാണ്,
വമിൻ ജിമാഇ ഇൽമി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവിന്റെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് അൽ ഇൽമു ബി അന്ന ജമീഅ കിതാബില്ലാഹ് ഇന്നമാ നസല ബിലിസാനിൽ അറബ്. അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള ആ ഒരു അറിവ്. വലിസാനുൽ അറബി ഔസഉൽ അൽസിനതി മദ്ഹബൻ വഅക്സറുഹാ അൽഫാമൻ, അറബ് ഭാഷ എന്ന് പറയുന്നത് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് വിശാല ആശയങ്ങളുള്ളതാണ്, വിശാലമായ ആശയങ്ങളുള്ളതാണ്. മദ്ഹബൻ വഅക്സറുഹാ അൽഫാമൻ, മറ്റു ഭാഷകളെ അപേക്ഷിച്ച് അതിന്റെ പദങ്ങൾ വിശാലമാണ്. വലാ നഅലമുഹു യുഹീതു ബിജമീഇ ഇൽമിഹി ഇൻസാനുൻ ഗൈറു നബിയ്യിൻ, പ്രവാചകന്മാർക്ക് മാത്രമേ അറബി ഭാഷയുടെ സമൂലമായ വിജ്ഞാനം ആർജിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് ഷാഫി ഇമാം പറയാൻ, പക്ഷേ അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പോലെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ മുഴുവൻ അറിയുന്ന ഒരാളുമില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ അറിയുന്ന മുഹദ്ദിസീങ്ങളായ ആളുകൾ എല്ലാവരും കൂടി കൂടുമ്പോ ആ ഹദീസുകൾ മുഴുവൻ നമ്മുടെ മുന്നിൽ ലഭിക്കുകയായി എന്ന് പറയുന്നത് പോലെ അറബി ഭാഷയുടെ സമഗ്രമായ വിജ്ഞാനം ആർജിച്ച ഒരാൾ ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് പഠനം നടത്തി അത് പഠിച്ചെടുത്ത ഒരുപാട് പണ്ഡിതന്മാർ എല്ലാവരും കൂടി അണിനിരക്കുമ്പോൾ അറബി ഭാഷയുടെ മുഴുവൻ പഠനവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് അവരിലൂടെ ലഭ്യമാക്കിയിരിക്കുകയാണ് എന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറയാം. അറബി ഭാഷ എന്ന് പറയുമ്പോ എന്താണ് അറബി ഭാഷയുമായിട്ടുള്ള ഒരു മുസ്ലിമാന്റെ ബന്ധം എന്താണ്? അറബ് ഭാഷ പഠിക്കുക എന്നുള്ളത് ഫർള് ഐനുമാണ്, ഫർള് കിഫയുമാണ്. എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ ഇപ്പൊ നിസ്കരിക്കുമ്പോ അറബിയിൽ തന്നെ നിസ്കരിക്കണം, ഖുർആൻ അറബിയിൽ തന്നെ ഓതണം. അപ്പൊ ഖുർആൻ ഓതാൻ ആവശ്യമായ അറബി, അതുപോലെ നിസ്കരിക്കാൻ ആവശ്യമായ അറബി, ഇത്തരം അറബികളൊക്കെ പഠിക്കുക എന്നുള്ളത് ഫർള് ഐനാണ്. ചിലത് സുന്നത്ത് ഐനാണ്, വ്യക്തിഗതമായ ബാധ്യതയാണ്, അല്ലെങ്കിൽ വ്യക്തിഗതമായി തന്നെ കൂലി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ്. അതേസമയത്ത് സമഗ്രമായ അറബി ഭാഷയുടെ പഠനമോ അത് ഫർള് കിഫയാണ്, സാമൂഹിക ബാധ്യതയാണ്. അങ്ങനെ ഒരു ബാധ്യത ഇംഗ്ലീഷ് ഭാഷയ്ക്കില്ല. ഇപ്പൊ നമ്മൾ മലയാളികൾ മുഴുവൻ മലയാള ഭാഷ പഠിക്കണ്ടെന്നാണ് തീരുമാനിച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു രാജ്യക്കാർ മുഴുവൻ, തമിഴ്നാട്ടുകാർ മുഴുവൻ ഒരൊറ്റ ഒരു തീരുമാനം എടുത്തു, നമ്മളെ സംസ്ഥാനത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റൂല, നമ്മുടെ സംസ്ഥാനത്ത് തമിഴ് ഭാഷ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ, ഇവിടെ ഇംഗ്ലീഷിന് ഒരു നിലനിൽപ്പില്ല എന്ന് അവർ തീരുമാനിച്ചാൽ പടച്ചോനെ പിടിച്ച് ശിക്ഷിക്കൊന്നുമില്ല. അതേസമയത്ത് കേരളക്കാർ തീരുമാനിച്ചു എന്ത്, അറബി ഭാഷ ഇവിടെ പഠിക്കാൻ പറ്റൂല, നമ്മളെ നാട്ടില് അറബി ഭാഷ പഠിക്കാൻ പറ്റൂല, ആരും പഠിക്കൂല എന്ന് ഒരു നാട്ടുകാർ മുഴുവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാരെല്ലാവരും കുറ്റക്കാരാണ്, എല്ലാവരും കുറ്റക്കാരാണ്. മയ്യിത്ത് പരിപാലനം പോലെ, സലാമടക്കുന്നത് പോലെ ഫർള് കിഫയ, ഒരു കൂട്ടത്തിൽ സലാം ചൊല്ലിയാൽ മടക്കൽ ഫർള് കിഫയാണല്ലോ. ഒരാൾ മരിച്ചാൽ മയ്യിത്തിന്റെ പരിപാലന കർമ്മങ്ങൾ നിർവഹിക്കൽ ഫർള് കിഫയാണല്ലോ. എന്നതുപോലെ അറബി ഭാഷ പഠിക്കൽ, അറബ് ഭാഷ പഠിക്കൽ അത് ഫർള് കിഫയാണെന്നാ. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫർള് കിഫ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാർ അവരിൽ ആരെങ്കിലും അത് പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും, ആരെങ്കിലും പഠിച്ചാൽ മുഴുവൻ ആളുകളും കുറ്റത്തിൽ ഒഴിവാകും. പക്ഷേ പഠിച്ചവർക്ക് മാത്രമേ അതിന്റെ കൂലി കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്ക് അതിന്റെ കൂലി കിട്ടൂല. ഇതല്ലേ ഫർള് കിഫ എന്ന് പറഞ്ഞാല്? മയ്യിത്ത് പരിപാലനം ഫർള് കിഫ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? മയ്യിത്ത് പരിപാലനം ആ നാട്ടുകാരുടെ മേൽ അല്ലെങ്കിൽ മരിച്ച വിവരം അറിഞ്ഞവരുടെ മേലിന് നിർബന്ധ ബാധ്യതയാണ് സാമൂഹികമായി. ആരും നിർവഹിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും, ആരെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ ഒഴിവാകും. പക്ഷെ നിർവഹിച്ചവർക്ക് മാത്രമേ കൂലി ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അതല്ലേ ഫർള് കിഫ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അത്തരം കാര്യങ്ങളെ പറ്റിയാണ് ഫർള് കിഫ. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നത് കേട്ടോളൂ. അവിടുത്തെ റിസാലയിൽ പറയുകയാണ്, ഫഅലാ കുല്ലി മുസ്ലിമിൻ അൻ യതഅല്ലമ മിൻ ലിസാനിൽ അറബി മാ ബലഗഹു ജഹ്ദുഹു. പരമാവധി അറബി ഭാഷ അഭ്യസിക്കൽ മുസൽമാന്റെ മേൽ നിർബന്ധമാണ്.
ഹത്താ യശ്ഹദ ബിഹി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് നിസ്കാരത്തിൽ അറബിയിൽ തന്നെ ചൊല്ലണ്ടേ. വയത്ലു ബിഹി കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ അറബിയിലെ ഓതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വയന്തഖ ബിദ്ദിക്രി ഫീമ ഇഫ്തറള അലൈഹി മിന തക്ബീർ, അല്ലാഹു തആല നിർബന്ധമാക്കിയ നിസ്കാരത്തിലുള്ള തക്ബീർ പോലുള്ള കാര്യങ്ങൾ അറബിയിൽ തന്നെ നിർവഹിക്കണം. വഅമറ ബിഹി മിന തസ്ബീഹി വത്തശഹുദി വഗൈരി ദാലിക, അല്ലാഹു കൽപ്പിച്ച അത്തഹിയാത്ത് പോലുള്ള ദിക്റുകൾ അത് അറബിയിൽ തന്നെ നിർവഹിക്കണം. അപ്പൊ അത് അറബി പഠിക്കണം. അറബി അർത്ഥം പഠിച്ചോളന്നില്ല, അറബി ചൊല്ലാനെങ്കിലും പഠിക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ ഖുർആൻ അറബിയിലെ ഓതാൻ പറ്റുള്ളൂ, മലയാളത്തിൽ ഖുർആൻ ഓതാൻ പറ്റൂല. അതുപോലെ തന്നെ നിസ്കാരം അറബിയിലെ നിർവഹിക്കാൻ പറ്റുള്ളൂ, മലയാളത്തിൽ നിസ്കാരം നിർവഹിക്കാൻ പറ്റൂല. ഖുത്ബ, ജുമുഅ ഖുത്ബ അത് അറബിയിലെ നിർവഹിക്കാൻ പറ്റുള്ളൂ, മലയാളത്തിൽ ജുമുഅ ഖുത്ബ നിർവഹിക്കാൻ പറ്റൂല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ അറബി പഠിക്കൽ നിർബന്ധമാണ്, മറ്റു ഭാഷകളെ പോലെയല്ല അറബി. അപ്പൊ ഇതൊന്നും അറിയാതെ, അറബിയൊന്നും അറിയാത്ത ആൾക്കാരെ, സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങിക്കോളി, മദ്ഹബുകൾ ഒഴിവാക്കിക്കോളി, ഖുർആനാണ് വേണ്ടത്, മദ്ഹബുകളല്ല. ആരോടാണ് ഈ പറയുന്നത്? അല്ലേ, ഒരു പിലാവുമ്മ ചക്കണ്ട് വിചാരിക്കുക, ഒരു പ്ലാവുമ്മ വലിയ ചക്കണ്ട്, ഒരു പിലാവുമ്മ വലിയ ചക്കണ്ട്. അപ്പൊ ആ ചക്ക പ്ലാവുമ്മ കയറാൻ വെക്കുന്ന നല്ലൊരു യുവാവുണ്ട്, അവൻ നല്ല മരം കയറ്റക്കാരനാണ്. അപ്പൊ ആ മരം കയറ്റക്കാരനായ യുവാവിനോട് ഒരു വൃദ്ധനായ, ഒരു 85 വയസ്സായ ഒരു പടുവൃദ്ധൻ, അയാൾക്ക് വടി കൂടാതെ എഴുന്നേൽക്കാൻ പോലും വയ്യ, അങ്ങനത്തെ ഒരു മനുഷ്യൻ, അയാൾ എന്താ പറയേണ്ടത്? അയാൾ പറയേണ്ടത്, ഈ ചെറുപ്പക്കാരനോട് പറയേണ്ടത്, ആ പ്ലാവുമ്മ കയറിയിട്ട് ആ ചക്ക നിട്ടുണ്ടെന്നല്ല പറയേണ്ടത്. അല്ലാതെ വേറൊരു വഹാബി ഒന്ന് കാണാൻ എന്താ പറയേണ്ടത്? അവനിട്ടെന്നാൽ ആ ചക്ക ചക്കയാവൂല, അല്ലേ, അവൻ തരുന്ന ചക്ക ചക്കയാവൂല, ചക്കയാവണമെന്നുണ്ടെങ്കിൽ അത് പ്ലാവുമ്പോ തന്നെ ഇടണം. അപ്പൊ അതിനു വേണ്ടി നീ തന്നെ പ്ലാവുമ്പോ കയറണം എന്ന് ഈ വടി കുത്തി പിടിച്ച് നടക്കുന്ന ഈ മനുഷ്യനോട് പറഞ്ഞാല്, ഒരു വഹാബി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്താ കാട്ടുക? ഒരല്പം ജീവനുണ്ടെങ്കിൽ ആ വടിയേറ്റ് എന്ത് ചെയ്യും? വഹാബിന്റെ നിർബലിക്കൊന്നും കൊടുക്കൂലേ? കൊടുക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പെരിന്തൽമണ്ണക്കടുത്ത് താഴക്കോട് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഉള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കഥ പറയലുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങളേതായാലും ഹജ്ജിന് പോകല്ലേ, അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ എല്ലാ ദോഷങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് പോയാൽ മതി. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ ഈ മഹാന്മാരോടൊന്നും സഹായം ചോദിക്കാൻ പറ്റില്ല, അതൊക്കെ തെറ്റാണ് ഉമ്മ. അതിൽ ഉമ്മാക്ക് ഇപ്പൊ അതിനെ തെളിവ് ആയത്തി ഹദീസൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും വയ്യ. ഉമ്മ എന്ത് ചെയ്തു വെച്ചാൽ ഉമ്മ വടികുത്തി വർഷം നടക്കണം ഉമ്മയാണ്. ഉമ്മ വടിയെത്തി ഒറ്റ അങ്ങനെ ഓടാന്റെ മുന്നിൽ പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ എന്നെ നെറുമലയ്ക്ക് കിട്ടും പറഞ്ഞു. അപ്പൊ ഈ മകന് മനസ്സിലായി ഉമ്മാന്റെ വിശ്വാസം, ഉമ്മാന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെ തകർക്കാൻ എന്റെ വാഗ്വിലാസത്തിന് സാധ്യമല്ല, എന്റെ അനുരഞ്ജന ശ്രമങ്ങൾക്ക് സാധ്യമല്ല, അതല്ലെങ്കിൽ എന്റെ മയക്കുന്ന സംഭാഷണത്തിന് സാധ്യമല്ല എന്ന മനുഷ്യൻ മനസ്സിലായി. എന്റെ ഉമ്മാന്റെ മനസ്സിൽ ഒരാളെ കൊണ്ടും ഇളക്കാൻ കഴിയാത്ത ഉറച്ചൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ മുമ്പിൽ വിലങ്ങുതടിയായിട്ട് ആര് വന്നാലും തന്റെ കയ്യിലുള്ള വടി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ നെറുമ്പലക്ക് തല്ലാൻ മാത്രം ആ വൃദ്ധയായ ഉമ്മയുടെ വിശ്വാസം ഉണർന്നെങ്കിൽ അതാണ് യഥാർത്ഥമായ അഖീദ, അതാണ് ഈമാൻ എന്ന് പറയുന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കുകയും അയാൾ താൻ വിശ്വസിച്ച വഹാബിസം വലിച്ചെറിയുകയും തന്റെ പാവപ്പെട്ട ഉമ്മയിൽ നിന്ന് ചെറുപ്പം മുതലേ തനിക്ക് പകർന്നു കിട്ടിയ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് ഇന്നും ജീവിച്ചിരിപ്പുള്ള തെളിവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതേപോലെയാണ് ഇതിന്റെയും അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി തർത്തീബ് പ്രകാരം നമുക്ക് പറയാം. എന്താണ് മദ്ഹബുകള്, എന്തിനാണ് മദ്ഹബുകള്, എങ്ങനെയാണ് മദ്ഹബുകൾ, മദ്ഹബുകളുടെ ഇമാമുകൾ ആരാണ്, അവർക്ക് യോഗ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന യോഗ്യതകൾ എന്തായിരുന്നു. ഇനി ഖുർആനിന്റെയും ഹദീസിന്റെയും അതുപോലെ ഈ സഹാബത്തിന്റെ അഭിപ്രായങ്ങളും എല്ലാം ശേഖരിച്ചു. അറബി ഭാഷയിലുള്ള നാനാർത്ഥത്തിലുള്ള പഠനങ്ങളും നടത്തി.
പ്രാചീനരായ അറബികൾക്കിടയിലൂടെ ജീവിച്ചുകൊണ്ട് അവരുടെ ഭാഷ സ്വായത്തമാക്കി. ഇങ്ങനെ എല്ലാം ചെയ്ത ഒരാൾ. പക്ഷെ അയാൾ മുജ്തഹിദാവോ? അയാൾക്ക് ഇജ്തിഹാദിന് യോഗ്യതയുണ്ടോ? അയാളെ മുജ്തഹിദിനായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ അടുത്ത് നമ്മൾ അബ്ദുസലാം സുല്ലബി എന്ന് പറഞ്ഞ മടവൂരി വിഭാഗത്തിന്റെ ആളുണ്ട്. അയാൾ പറഞ്ഞു, ഷാഫി ഇമാമിനാണോ നിങ്ങൾക്കാണോ കൂടുതൽ ഇൽമു എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഷാഫി ഇമാമിനെക്കാട്ടിലും പല വിഷയത്തിലും എനിക്ക് ഇൽമു കൂടുതലുണ്ട്. എന്റെ അടുത്തുണ്ട്, എന്റെ രേഖ എന്റെ അടുത്തുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഷാഫി ഇമാമിനെക്കാട്ടിലും പല വിഷയത്തിലും എനിക്കാണ് ഇൽമു കൂടുതലുള്ളത്. അപ്പൊ അതിന് അയാൾ പറഞ്ഞെന്താ വെച്ചാൽ, ഷാഫി ഇമാമിന്റെ കാലത്ത് ഹദീസുകളൊന്നും ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പല ഹദീസുകളും ഷാഫി ഇമാമിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് ഇന്നിപ്പോ നമ്മളെ മക്തബുൽ ഷാമിലാണ് തുറന്നു നോക്കിയാൽ പോരെ, ആയിരക്കണക്കിന് കിതാബുകൾ നമ്മളെ മുമ്പിൽ വരില്ലേ? അപ്പൊ അതിന് തുറന്നു നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ ഹദീസുകൾ നമ്മളെ മുമ്പിലില്ലേ? പക്ഷേ അവർ നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? നിങ്ങളെ മുമ്പിലെ ഹദീസുകൾ പക്ഷെ നിങ്ങളെ ഹൃദയത്തിലില്ല. മുമ്പിലുണ്ടായ പോരാ, ഹദീസും ആയത്തും ഖുർആനൊക്കെ മുമ്പിലും മേശപ്പുറത്തും അല്ല വേണ്ടത്. ഷാഫി ഇമാമിന് ഒരു പക്ഷേ മുമ്പിൽ മേശപ്പുറത്തോ അല്ലെങ്കിൽ എന്താണ് പറയാ, ഡെസ്ക് ടോപ്പോ, അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റി എന്താ പറയല്, ഡെസ്ക്ടോപ്പ് എന്നല്ല പറയല്. അന്ന് ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ടേബിളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിലാണ് ഇൽമുള്ളത്. ഹൃദയത്തിൽ കൽബിലാണ് ഇൽമുണ്ടായിരുന്നത്. ആ ഇൽമു അബ്ദുസലാം സുല്ലമിക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ഇൽമുണ്ടോ ഇല്ലേ? ഇനിയിപ്പോ എന്ത് തന്നെ വെക്കുക, അയാൾക്ക് 6000 ചില്ലാനം ആയത്തുകൾ ഹൃദിസ്ഥമാണ്. ലഭ്യമായ ഹദീസുകൾ മുഴുവൻ അയാൾക്ക് കാണാപാഠമാണ്. എവിടെ ചോദിച്ചാലും ആര് ചോദിച്ചാലും യാതൊരു വർക്കലും കൂടാതെ ശരിക്കും മറുപടി പറയാൻ കഴിയും. ഇതൊക്കെ നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചു നോക്കുക. എന്നാ ഉചിതമാവൂ? ഞാൻ ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി അടുത്തെന്റെ ക്ലാസ്സിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് എനിക്ക് പറയട്ടെ. എന്താ പറയുന്നത്? ഒരാളിപ്പോ ഖുർആാനിന്റെ ആയത്തുകളെല്ലാം അയാൾ ഹിഫ്ള് ചെയ്തു, അതിന്റെ തഫ്സീറുകളെല്ലാം പഠിച്ചു. തഫ്സീർ തൊബരി പഠിച്ചു, റാസി പഠിച്ചു, അബൂ സഈദ് പഠിച്ചു, അതുപോലെ ബൈദാവി പഠിച്ചു, ജലാലീനി പഠിച്ചു, സാവി പഠിച്ചു, ജമല് പഠിച്ചു, ഹാസിന് പഠിച്ചു, റൂഹുൽ മആനി, റൂഹുൽ ബയാന്, അല്ലെ, ഖുർത്തുബി. അങ്ങനെ ലോകത്ത് കിട്ടാവുന്ന തഫ്സീറുകളെല്ലാം അയാൾ മുതാലഅ ചെയ്തു. അതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്ന രൂപത്തിലുള്ള ഓർമ്മശക്തിയും ബുദ്ധിപൂർമ്മതയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഹദീസുകളും അതുപോലെ ഇതുവരേക്കുമുള്ള ഇമാമിങ്ങളുടെ ഖൗലുകളെല്ലാം ജംഅ ചെയ്തുകൊണ്ട് അയാൾ പഠിച്ചു. അതെല്ലാം അയാൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വായത്തമാക്കി. എന്നാൽ അയാൾ മുജ്തഹിദാവോ? എന്നാൽ അയാൾക്ക് ഖുർആന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ മതവിധി പറയാനുള്ള ഇജ്തിഹാദിനുള്ള യോഗ്യത അയാൾക്ക് ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ അതെങ്ങനെ? ഇല്ലെങ്കിൽ അതിന് കാരണമെന്ത്? ഇതൊക്കെ നമുക്ക് സവിസ്തരമായി പറയേണ്ടതുണ്ട്. അതുപോലെ 4 മദ്ഹബുകൾ എങ്ങനെ ഉണ്ടായി, അത് 4 മതങ്ങളാണോ, ഇത് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഒരു വിഷയത്തിൽ തന്നെ ഭിന്ന വീക്ഷണങ്ങൾ എങ്ങനെ മതത്തിന്റെ പേരിൽ ഉണ്ടാകും എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് തുടർന്ന് ഉള്ള ക്ലാസ്സുകളിൽ നമുക്കതൊക്കെ വിശദീകരിക്കാം എന്ന് മാത്രം. ഇപ്പോ 1.5 മണിക്കൂർ സമയമായല്ലോ, അതുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മൾ ഇത് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുകയും ചെയ്യുമാറാവട്ടെ. പല നാടുകളിലും ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലിയിലൊക്കെ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധികളുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പത്ത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. കടങ്ങൾ ബാധിച്ച് വിഷമിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കടം വീട്ടി കൊടുക്കട്ടെ. വീട്ടാൻ ആവശ്യമായ ജോലിയും വരുമാനം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളൊക്കെ പല സ്ഥലത്തും വീട് വിട്ട് ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ വീട്ടുകാരുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയും അല്ലാഹു മികച്ച സംരക്ഷണം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ, നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ അഹ്ലുകാരെയും കുട്ടികളെയും മക്കളെയും എല്ലാവരും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ യാത്രയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുമാറാവട്ടെ. ഇബ്ലീസിന്റെയും അവന്റെ അനുയായികളുടെയും ഷർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവലേർപ്പെടുത്തി തരുമാറാവട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യവിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൗഹീദിന്റെ കലിമ
ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഈ ക്ലാസ് ശ്രവിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മദ്ഹബുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ചോദിക്കാൻ തിടുക്കമില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടിവെക്കലായിരിക്കും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.